ഈ ഗ്രന്ഥം മതലോകത്ത് ഒരു കോളിളക്കം സൃഷ്ടിച്ചു. പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ കഠിന വിരോധിയായി മാറിയ അക്കാലത്തെ പണ്ഡിതൻ മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി ഈ ഗ്രന്ഥത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നു, എന്റെ അഭിപ്രായത്തിൽ ഈ കാലഘട്ടവും ഇപ്പോഴത്തെ അവസ്ഥകളും വിലയിരുത്തുമ്പോൾ ഇതുപോലെ ഒരു ഗ്രന്ഥം ഇസ്ലാമിക ലോകത്തിൽ രചിക്കപ്പെട്ടിട്ടില്ല. ഭാവിയെക്കുറിച്ച് നമുക്ക് പറയാൻ സാധ്യമല്ല. താൻ പറഞ്ഞ ഈ കാര്യം ഏഷ്യക്കാരുടെ അതിശയോക്തിയായി ആരെങ്കിലും കരുതുന്നുവെങ്കിൽ ഇതുപോലുള്ള ഒരു ഗ്രന്ഥമെങ്കിലും ഇസ്ലാമിക ലോകത്ത് കാണിച്ചു തരിക എന്നുകൂടി അദ്ദേഹം അനുവാചകരെ വെല്ലുവിളിക്കുന്നു. മറ്റൊരു മുസ്ലിം പണ്ഡിതനായ അബുൽ ഹസൻ നദവി എഴുതുന്നു, ഇന്ത്യയിൽ മതപരവും വൈജ്ഞാനികവുമായ മേഖലകൾ ഈ ഗ്രന്ഥത്തെ അത്യാവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചത് എന്ന് തോന്നുന്നു. സിഖ് മത നേതാവും പത്രപ്രവർത്തകനുമായ അർജുൻ സിംഗ് എഴുതുന്നു, ബറാഹിനെ അഹമ്മദിയ എഴുതിക്കൊണ്ട് മിർസ സാഹിബ് ഇസ്ലാമിന് വലിയ സേവനം ചെയ്തു എന്നാണ് മുസ്ലിങ്ങൾ ധരിച്ചിരുന്നത്. ഓരോ വീട്ടിലും ബറാഹിനെ അഹമ്മദിയെ കുറിച്ചുള്ള ചർച്ചയാണ് നടന്നിരുന്നത്. വിദ്യാസമ്പന്നരായ മുസ്ലിങ്ങൾ ഈ ഗ്രന്ഥം വായിച്ചിരിക്കേണ്ടത് നിർബന്ധമായി കരുതിയിരുന്നു. ക്രിസ്ത്യാനികളുടെയും ആര്യ സമാജക്കാരുടെയും എല്ലാ ആരോപണങ്ങൾക്കും ഈ ഗ്രന്ഥത്തിൽ മറുപടിയുണ്ട് എന്ന് മുസ്ലിം പണ്ഡിതന്മാർ ധരിച്ചിരുന്നു. ഓരോ മുസ്ലിം സംവാദകനും ഈ ഗ്രന്ഥം ഒരു നോക്ക് കാണേണ്ടത് നിർബന്ധമായി കരുതിയിരുന്നു. ചുരുക്കത്തിൽ 1400 വർഷങ്ങൾക്കിടയിൽ ഇസ്ലാമിക ലോകത്തിൽ രചിക്കപ്പെട്ട വിലമതിക്കാനാകാത്ത ഒരു ഗ്രന്ഥമായിരുന്നു ബറാഹിനെ അഹമ്മദിയ. ബറാഹിനെ അഹമ്മദിയയ്ക്ക് ശേഷം ഹസ്രത്ത് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലൈഹിസ്സലാം 80-ലധികം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിലെ ഓരോ ഗ്രന്ഥവും ഇസ്ലാമിക സാഹിത്യത്തിൽ എന്നല്ല വിശ്വമത സാഹിത്യത്തിൽ തന്നെ സമാനതകളില്ലാത്ത രചനകളാണ്. ഈ ഗ്രന്ഥങ്ങളിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ച വൈജ്ഞാനികവും ദൈക്ഷണികവും ആത്മീയവും ചരിത്രപരവും ശാസ്ത്രീയവും ദൈവജ്ഞാനപരവും സാഹിത്യപരവുമായ കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും അനാവരണം ചെയ്യുന്നതാണ്. അദ്ദേഹം തന്റെ ഒരു കവിതയിൽ പറയുന്നു, ആയിരക്കണക്കിന് വർഷങ്ങളായി മൺമറഞ്ഞ ആത്മീയ നിധിശേഖരം ഞാനിതാ ഇപ്പോൾ നൽകുന്നു, പക്ഷേ സ്വീകർത്താക്കളായി ആരെങ്കിലും ഉണ്ട്. തന്റെ എതിരാളികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നു, എല്ലാവരോടും ഞാൻ സത്യം ചെയ്ത് പറയുന്നു, എന്നെ നേരിടുന്നതിൽ നിങ്ങൾ അല്പം പോലും അമാന്തിച്ചു നിൽക്കരുത്. നിങ്ങൾ പ്ലാറ്റോ ആയി തീരുക, ബീക്കണായി ജന്മം കൊടുക്കുക, അരിസ്റ്റോട്ടലിന്റെ ചിന്തയും കാഴ്ചപ്പാടും കൊണ്ടുവരിക, നിങ്ങളുടെ കൃത്രിമ ദൈവങ്ങളുടെ മുന്നിൽ സഹായത്തിനായി കൈകൂപ്പുക, എന്നിട്ട് നോക്കുക നിങ്ങളുടെ വ്യാജ ദൈവമാണോ അതോ നമ്മുടെ ദൈവമാണോ വിജയിക്കുന്നത്. 80-ലധികം ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംക്ഷിപ്തമായി വിവരിക്കുക പോലും അസാധ്യമാണ്. അതുകൊണ്ട് ഏതാനും ചില സൂചനകൾ മാത്രം സമർപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ അസ്തിത്വവും ദൈവിക ഗുണങ്ങളുടെ വെളിപ്പെടലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വെളിപാടിന്റെ യാഥാർത്ഥ്യം, ദൈവിക വിധിയുടെ യാഥാർത്ഥ്യം, മലക്കുകളുടെ യാഥാർത്ഥ്യം, പ്രവാചകത്വത്തിന്റെ യാഥാർത്ഥ്യം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ശ്രേഷ്ഠതയും മഹത്വവും, വിശുദ്ധ ഖുർആന്റെ ദൈവികതയും സജീവതയും, വിശുദ്ധ ഖുർആന്റെ സാഹിത്യ വൈജ്ഞാനിക അത്ഭുതം, മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശ ലക്ഷ്യവും അത് പ്രാപിക്കുന്നതിനുള്ള മാർഗങ്ങളും വിവരിച്ചുകൊണ്ട് അദ്ദേഹം മതമഹാസമ്മേളനത്തിൽ എഴുതിയ പ്രബന്ധം മത സാഹിത്യത്തിലെ ഒരു ക്ലാസിക് രചനയാണ്. ഗഹനവും സത്യവുമായ ചിന്തകളാണ് ഈ ഗ്രന്ഥം മുന്നോട്ട് വെക്കുന്നത് എന്നാണ് വിശ്വവിഖ്യാതനായ സാഹിത്യകാരൻ ലിയോ ടോൾസ്റ്റോയ് ഈ ഗ്രന്ഥത്തെ കുറിച്ച് പറഞ്ഞത്. ഇസ്ലാമിക ലോകത്ത് ഒരു പ്രഹേളികയായിരുന്ന ഈസാ നബിയുടെ ജീവൻ മരണ പ്രശ്നത്തിന് പ്രാമാണികവും യുക്തിപരവുമായി തീർപ്പ് കൽപ്പിച്ചു. പുരുഷ സംഭവത്തിന് ശേഷമുള്ള യേശുവിന്റെ യഥാർത്ഥ ജീവിതത്തെ കുറിച്ചുള്ള ചരിത്രപരമായ അന്വേഷണം, ബാബാ നാനക്കിന്റെ യഥാർത്ഥ ജീവിതം, ഭാഷയുടെ ഉൽപ്പത്തിയും അറബി ഭാഷാജനനി എന്ന യാഥാർത്ഥ്യവും, അന്ത്യകാല സംഭവങ്ങളുടെയും പ്രവചനങ്ങളുടെയും യാഥാർത്ഥ്യം, ആത്മാവിന്റെയും പരലോക ജീവിതത്തിന്റെയും യാഥാർത്ഥ്യം, ആരാധനയുടെ അന്തസത്യ, മോചിതത്തിന്റെ യാഥാർത്ഥ്യം, ഇസ്ലാമിക ജിഹാദിന്റെ യാഥാർത്ഥ്യം, തകരാതിരിക്കുന്ന ഭൗതിക വ്യവസ്ഥിതിക്ക് പകരമുള്ള ഇസ്ലാമിക നവലോകക്രമം, ഖിലാഫത്ത് എന്ന ആത്മീയ വ്യവസ്ഥിതി, ലോകം ഒരു ആഗോള ഗ്രാമമായി മാറുമ്പോൾ ലോകം നേരിടാൻ പോകുന്ന പ്രതിസന്ധികളും അതിനുള്ള പരിഹാരവും നിർദ്ദേശിച്ചുകൊണ്ട് മൈത്രി സന്ദേശം എന്ന ഗ്രന്ഥം എഴുതി മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. ഒരുപക്ഷെ ഈ പറഞ്ഞ വിഷയങ്ങളിൽ പലതും ഇസ്ലാമിക സാഹിത്യത്തിൽ വലിയ തോതിൽ എഴുതപ്പെട്ടതല്ലേ എന്ന് ചിലരെങ്കിലും ധരിച്ചേക്കാം. എന്നാൽ 1400 വർഷങ്ങളായി ഇസ്ലാമിക ലോകത്തിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളെ ഹസ്രത്ത് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലൈഹിസ്സലാമിന്റെ ലിഖിതങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോഴാണ്
ആ മഹാത്മാവ് ഇസ്ലാമിക സാഹിത്യത്തിന് നൽകിയ സംഭാവനയുടെ യഥാർത്ഥ ചിത്രം നമ്മുടെ മുമ്പിൽ വരിക. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ പണ്ഡിതനും പത്രപ്രവർത്തകരും ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന മൗലാന അബുൽ കലാം ആസാദ് എഴുതി. ആ മനുഷ്യൻ, മഹാനായ ആ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ തൂലിക ഇന്ദ്രജാലവും അദ്ദേഹത്തിന്റെ ജിഹ്വ മാസ്മരികവുമായിരുന്നു. അദ്ദേഹം ദൈക്ഷണിക വിപ്ലവത്തിന്റെ പരിപൂർണ രൂപമായിരുന്നു. അദ്ദേഹത്തിന്റെ ക്രാന്തദൃഷ്ടിയും ശബ്ദവും ഒരു കോളിളക്കം സൃഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ മുഷ്ടിദ്വയങ്ങൾ 2 വൈദ്യുത ബാറ്ററികളും അദ്ദേഹത്തിന്റെ വിരലുകളിൽ വിപ്ലവത്തിന്റെ വൈദ്യുതി കമ്പികൾ ചുരുണ്ടുകൂടിയിരുന്നു. അദ്ദേഹം 30 വർഷക്കാലം മതലോകത്ത് കൊടുങ്കാറ്റും ഭൂകമ്പവുമായിരുന്നു. ഇത്തരത്തിൽ മതദൈക്ഷണിക ലോകത്ത് വിപ്ലവം സൃഷ്ടിക്കുന്നവർ ഭൂമുഖത്ത് എപ്പോഴും പ്രത്യക്ഷപ്പെടാറില്ല. ഇസ്ലാമിന്റെ വിരോധികൾക്കെതിരെ വിജയശ്രീലാളിതനായ ഒരു സൈന്യാധിപനെ പോലെ അദ്ദേഹം തന്റെ ഉത്തരവാദിത്വം നിറവേറ്റി എന്നത് അദ്ദേഹത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇന്ന് അദ്ദേഹം തന്റെ കടമ നിർവഹിച്ച് വിട പറയുമ്പോൾ ആ സാഹിത്യത്തിന്റെ മഹത്വവും ശ്രേഷ്ഠതയും നമുക്ക് ഹൃദയം കൊണ്ട് അംഗീകരിക്കേണ്ടതായി വരും. മീർസാ സാഹിബിന്റെ ഈ സേവനം ഭാവി തലമുറയുടെ മേൽ ഔദാര്യത്തിന്റെ ഒരു കൂമ്പാരമാണ്. തൂലികാ സമരത്തിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് പ്രതിരോധത്തിന്റെ കടമ നിർവഹിച്ചു. മുസ്ലിങ്ങളുടെ ജീവനാടിയിൽ രക്തമുള്ളിടത്തോളം കാലം ഇസ്ലാമിക സേവനത്തിന്റെ വികാരം അവരുടെ സമുദായികമായ അടയാളമായി മാറുന്നിടത്തോളം കാലം വിസ്മരിക്കാൻ സാധിക്കാത്ത ഒരു സാഹിത്യം വിട്ടേച്ചുകൊണ്ടാണ് അദ്ദേഹം വിട പറയുന്നത്. ഹസ്രത്ത് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലൈഹിസ്സലാം പറയുന്നു, ഞാൻ എഴുതിയ ഈ ഗ്രന്ഥങ്ങൾ ദൈവിക സഹായത്താൽ എഴുതിയവയാണ്. ഞാൻ ഇതിനെ വഹിയൊന്നും ഇൽഹാമെന്ന് വിളിക്കുന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ പ്രത്യേകവും അത്ഭുതകരമായ സഹായം എന്റെ കൈകളിലൂടെ ഇതിനെ പുറത്തു കൊണ്ടുവന്നതാണ് എന്ന് ഞാൻ തീർച്ചയായും പറയും. പ്രത്യക്ഷത്തിൽ എന്റെ കൈകൾ കൊണ്ടാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് ഞാനല്ല, മലക്കുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിധത്തിൽ എനിക്ക് എഴുത്തിലും ശക്തിയിലും അള്ളാഹു കഴിവ് പ്രദാനം ചെയ്തിരിക്കുന്നു. സാന്ദർഭികമായി ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഇസ്ലാമിക സാഹിത്യത്തിൽ അഹമ്മദിയത്തിന്റെ സംഭാവനകളെ കുറിച്ച് പറയുമ്പോൾ സാഹിത്യത്തെ നമുക്ക് 2ആയി തരംതിരിക്കേണ്ടതായി വരും. ഭൗമികമായ സാഹിത്യമെന്നും ആകാശീയമായ സാഹിത്യമെന്നും. സാഹിത്യത്തിന്റെ ഭംഗിയും വിസ്മയവും മാസ്മരികതയും ലക്ഷ്യമല്ലാത്തത് കൊണ്ടും മനുഷ്യ സൃഷ്ടിപ്പിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുക എന്നത് ആത്യന്തിക ലക്ഷ്യമായതുകൊണ്ടും ഭൗമിക സാഹിത്യവുമായി ഈ സാഹിത്യങ്ങളെ താരതമ്യം ചെയ്യാൻ സാധ്യമല്ല. എന്നിരുന്നാലും സാഹിത്യ ഭംഗിയിലും രചനാ വൈഭവത്തിലും ഭാഷാ പ്രയോഗത്തിലും സർവോപരി ആശയ സമ്പുഷ്ടതയിലും ഈ സാഹിത്യങ്ങൾ സമാനതകളില്ലാതെ നിലനിൽക്കുകയാണ്. തന്റെ ദൗത്യപൂർത്തീകരണത്തിനായി ഹസ്രത്ത് അഹ്മദ് അലൈഹിസ്സലാം ഗദ്യത്തെയാണ് പ്രധാനമായും ആശ്രയിച്ചത്. അതുകൊണ്ടാണ് മറ്റു കവികളെ പോലെ അദ്ദേഹം കവിതാ സമാഹാരം രചിക്കാതിരുന്നത്. എന്നിരുന്നാലും സാഹിത്യത്തിന്റെ മറ്റൊരു വശമായ കവിതക്കും ഇസ്ലാമിക ലോകത്തിൽ ഒരു പുതിയ മുഖവും ഭാവവും അദ്ദേഹം നൽകി. അറബി, ഉറുദു, പേർഷ്യൻ ഭാഷകളിലായി ആയിരക്കണക്കിന് വരികൾ അടങ്ങുന്ന കവിതകൾ അദ്ദേഹം രചിച്ചു. അദ്ദേഹത്തിന്റെ കവിതകൾ അദ്ദേഹത്തിന്റെ ഗദ്യത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. അദ്ദേഹം പറയുന്നു, കുച്ച് ഷേറോ ശായരി സെ അപ്നാ നഹീ താല്ലുഖ്, ഇസ് ഢബ് സെ കോയി സമझे ബസ് മുദ്ദായ ഹി ഹൈ. കവിതയും കവിതാരചനയുമായി എനിക്ക് ബന്ധമൊന്നുമില്ല. ഈ മാർഗത്തിലൂടെയും ആളുകൾ കാര്യം ഗ്രഹിക്കട്ടെ എന്നത് മാത്രമാണ് ലക്ഷ്യം. അള്ളാഹു വെളിപാട് അറിയിച്ചു, നിന്റെ രചനകളിൽ കവികൾക്ക് പങ്കില്ലാത്തൊരു കാര്യമുണ്ട്. നിന്റെ രചനകൾക്ക് ദൈവത്തിൽ നിന്ന് സാഹിത്യ ഭംഗി പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മതസാഹിത്യത്തിൽ പഠനം നടത്തുന്നവരുടെ അഭിപ്രായത്തിൽ ദൈവജ്ഞാന വിഷയങ്ങൾക്ക് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് തത്വശാസ്ത്രപരമായ ഭാഗങ്ങൾ, മറ്റൊന്ന് ദൈവത്തോടുള്ള സ്നേഹം, അനുരക്തി, ദൈവവുമായുള്ള ബന്ധം, കൂടിക്കാഴ്ച മുതലായ വിഷയങ്ങൾ. പൗരസ്ത്യ സാഹിത്യത്തിൽ 2ാമത്തെ വിഷയങ്ങൾക്ക് കവിതകളെയാണ് കൂടുതലായി ആശ്രയിച്ചതായി കാണുന്നത്. 1400 വർഷത്തെ ഇസ്ലാമിക സാഹിത്യത്തിൽ ദൈവസ്നേഹവും പ്രവാചക സ്നേഹവും ഹസ്രത്ത് അഹ്മദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കവിതകളിൽ വിവരിക്കപ്പെട്ടതുപോലെ മറ്റെവിടെയും കാണാൻ സാധ്യമല്ല എന്നത് ഒരു വെല്ലുവിളിയാണ്. അതോടൊപ്പം തന്നെ തന്റെ ദൗത്യവുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന്റെ കവിതകൾ സമ്പന്നമാണ്. ഹസ്രത്ത് അഹ്മദ് അലൈഹിസ്സലാമിന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന്റെ മഹാപണ്ഡിതന്മാരായിരുന്ന ശിഷ്യന്മാരുടെ രചനകളും അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഖലീഫമാരുടെയും ശിഷ്യന്മാരുടെയും രചനകളും ഇസ്ലാമിക സാഹിത്യത്തിലെ അമൂല്യമായ രചനകളാണ്. പ്രവിശാലമായ ഈ വിഷയം പരിമിതമായ സമയത്തിനുള്ളിൽ അല്പമെങ്കിലും പരാമർശിക്കുക എന്നത് പോലും പ്രയാസകരമാണ്. ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രം പറയാം. അല്ലാഹു ആകാശത്തിൽ നിന്ന് ഇറങ്ങിയതുപോലെ എന്നും പ്രവചനങ്ങളിൽ പരാമർശിക്കപ്പെട്ട വാഗ്ദത്ത മഹദി മസീഹിന്റെ വാഗ്ദത്ത പുത്രൻ ഹസ്രത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹ്മദ് സാഹിബ് രചിച്ച
500-ലധികം ഗ്രന്ഥങ്ങളും കവിതകളും ഇസ്ലാമിക സാഹിത്യത്തിലെ പകരം വെക്കാനാകാത്ത വൈജ്ഞാനിക ശേഖരമാണ്. അദ്ദേഹം സ്പർശിക്കാത്ത ഒരു മേഖലയും ഇല്ലെന്ന് ആ രചനകളിലൂടെ കണ്ണോടിക്കുന്ന ഏതൊരാളും പറയാൻ നിർബന്ധിതനായിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം ഇസ്ലാമിക ലോകത്തിലെ അപൂർവമായ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനമാണ്. അതിനെക്കുറിച്ച് ഒരു അനഹ്മദി പണ്ഡിതൻ പറഞ്ഞ അഭിപ്രായം മാത്രം കേൾപ്പിക്കാം. അല്ലാമ നിയാസ് ഫത്താഖുരി എഴുതുന്നു, തഫ്സീറെ കബീറിന്റെ 3-ാം ഭാഗമാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. ഞാൻ അതിനെ സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ പഠനത്തിൽ തികച്ചും നൂതനമായ ഒരു ചിന്താതലം താങ്കൾ സൃഷ്ടിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ പ്രമാണങ്ങളെയും യുക്തിയെയും പരസ്പരം മനോഹരമായി കോർത്തിണക്കിയ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം ആദ്യത്തേതാണ്. താങ്കളുടെ ഗഹനമായ അറിവും വിശാലമായ കാഴ്ചപ്പാടും അസാധാരണമായ ചിന്തയും ദീർഘദൃഷ്ടിയും മനോഹരമായ ആഖ്യാന രീതി ഓരോ വാക്കിലും പ്രകടമാണ്. ഇതുവരെ ഇതിനെക്കുറിച്ച് എനിക്കറിയാൻ സാധിക്കാത്തതിൽ ഞാൻ ദുഃഖിതനാണ്. എനിക്ക് ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ സൂറത്തുൽ ഹൂദിന്റെ തഫ്സീർ വായിക്കുമ്പോൾ ഹസ്രത്ത് ലൂത്ത് അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള താങ്കളുടെ കാഴ്ചപ്പാട് കണ്ടപ്പോൾ അനിയന്ത്രിതമായി ഈ കത്തെഴുതാൻ ഞാൻ നിർബന്ധിതനായി തീർന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യ വിസ്മയകരമായ പുരോഗതിയിലെത്തിയ ഇക്കാലത്ത് അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ 4ാമത്തെ ഖലീഫ ഹസ്രത്ത് മീർസ താഹിർ അഹ്മദ് സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച റെവലേഷൻ റാഷണാലിറ്റി നോളജ് ആൻഡ് ട്രൂത്ത് എന്ന ഗ്രന്ഥം ആധുനിക കാലഘട്ടത്തിലെ മതസാഹിത്യത്തിലെ ഒരു അത്ഭുതമാണ്. ശാസ്ത്ര സത്യങ്ങളുടെ വെളിച്ചത്തിൽ മനുഷ്യന്റെ ദിശാശക്തിയെ ഉത്തേജിപ്പിച്ച് മനുഷ്യനെ ദൈവത്തിൽ കൊണ്ടെത്തിക്കുന്ന ഇതുപോലൊരു ഗ്രന്ഥം ഇസ്ലാമിക ചരിത്രത്തിൽ രചിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അശാന്തിയുടെയും അസമാധാനത്തിന്റെയും ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സുവർണ തത്വങ്ങൾ വിവരിക്കുന്ന അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ഇപ്പോഴത്തെ ആഗോള നേതാവ് ഹസ്രത്ത് മീർസ മസ്ഊദ് അഹ്മദ് സാഹിബ് അയ്യദഹുല്ലാഹു തആല ബിൽ അസീസിന്റെ വേൾഡ് ക്രൈസിസ് ആൻഡ് പാത്വേ ടു പീസ് എന്ന ഗ്രന്ഥം വർത്തമാന കാലലോകത്തിൽ ഒരു മാർഗദീപമാണ്. മലയാളമടക്കം നിരവധി ഭാഷകളിൽ കുറഞ്ഞ സമയം കൊണ്ട് തർജ്ജമ ചെയ്യപ്പെട്ട ഈ പുസ്തകം വളരെ താല്പര്യത്തോടു കൂടിയാണ് ലോകം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ ഗതി നിർണയിച്ചതിൽ ഈ ഗ്രന്ഥത്തിന്റെ പങ്ക് നിസ്സംശയം ചരിത്രം രേഖപ്പെടുത്തും. ഉറുദു ഭാഷയുടെ വളർച്ചയുടെ കാലഘട്ടത്തിലാണ് അഹ്മദിയ സാഹിത്യങ്ങൾ പിറവികൊള്ളുന്നത്. ഉറുദു ഭാഷയുടെ വളർച്ചയിൽ അഹ്മദിയ സാഹിത്യങ്ങൾ വഹിച്ച പങ്ക് നിസ്തുലമാണ്. ഇംഗ്ലീഷ് നരകത്തിന്റെ ഭാഷയാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട കാലത്ത് വിശുദ്ധ ഖുർആൻ ആദ്യമായി മുസ്ലിങ്ങളിൽ നിന്നൊരാൾ ഇംഗ്ലീഷിൽ തർജ്ജമ നിർവഹിക്കുന്നത് അഹ്മദിയ ജമാഅത്തിൽ നിന്നാണ്. ഇന്ന് 100ഓളം ഭാഷകളിൽ അഹ്മദിയ ജമാഅത്തിലൂടെ വിശുദ്ധ ഖുർആനിൽ തർജ്ജമ ഉണ്ടായിരിക്കുന്നു. ഇത് ഇസ്ലാമിക ലോകത്ത് മറ്റാർക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത ഇസ്ലാമിക സാഹിത്യ സേവനമാണ്. ഇതേ കാലത്ത് തന്നെ ഇംഗ്ലീഷിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇസ്ലാമിക പ്രകാശം എത്തിക്കാൻ റിവ്യൂ ഓഫ് റിലീജിയൻ എന്ന മാസിക ആരംഭിക്കുകയും അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. ദ മുസ്ലിം സൺറൈസ് എന്ന മാസിക അമേരിക്കയിലെ ആദ്യത്തെ ഇസ്ലാമിക പ്രസിദ്ധീകരണമാണ്. ഇന്ന് ലോകത്ത് 100 കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ വിവിധ ഭാഷകളിൽ അഹ്മദിയ ജമാഅത്ത് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഏറ്റവും വലിയ ഇസ്ലാമിക വെബ്സൈറ്റുകളിൽ ഒന്നായ al-islam.org അടക്കം അനേകം വെബ്സൈറ്റുകളും 100 കണക്കിന് ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളും അഹ്മദിയ ജമാഅത്തിൻ്റെതായിട്ടുണ്ട്. ഇസ്ലാമിക സാഹിത്യ ലോകത്ത് ഇതിന് സമാനമായ ഒരു മാതൃകയും കാണാൻ സാധ്യമല്ല. 1925 ആരംഭിച്ച് 100 വർഷം പൂർത്തിയാക്കിയ മലയാളത്തിലെ ഏക ഇസ്ലാമിക പ്രസിദ്ധീകരണമായ സത്യദൂതന്റെ 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. കേരളത്തിലെ ഇസ്ലാമിക സാഹിത്യ ലോകത്ത് സത്യദൂതൻ വഹിച്ച പങ്ക് ചരിത്ര വിദ്യാർത്ഥികൾ പഠന വിധേയമാക്കേണ്ട വിഷയമാണ്. കേരളം ലോകത്തിന്റെ ഭൂപടത്തിലെ വളരെ ചെറിയൊരു പ്രദേശമാണ്. ഇതുപോലെ ലോകത്തിലെ ഏത് കോണിലെയും ഏത് പ്രദേശത്തെയും ഇസ്ലാമിക സാഹിത്യം എടുത്താലും അഹ്മദിയ സാഹിത്യങ്ങളുടെ പങ്കിനെയും സ്വാധീനത്തെയും ഒരാൾക്കും നിഷേധിക്കാൻ സാധിക്കില്ല എന്ന് സധൈര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവസാനമായി അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപകൻ ഹസ്രത്ത് മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹിസ്സലാമിന്റെ വാക്കുകൾ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ഉറച്ച കരുത്തോടും സ്ഥൈര്യത്തോടും കൂടി പ്രഖ്യാപിക്കുന്നു, ഞാൻ സത്യവാദിയിൽ തന്നെയാണ്. അള്ളാഹുവിന്റെ കൃപയാൽ ഞാൻ തന്നെയാണ് ഒടുവിൽ ഈ രംഗത്ത് വിജയശീലാളിതനായി തീരുക. മുഴുവൻ ലോകവും എന്റെ സത്യതയുടെ ചവിട്ടടിയിൽ അമർന്നിരിക്കുന്നതായി ഞാൻ എന്റെ ക്രാന്ത ദൃഷ്ടിയിൽ നോക്കിക്കാണും. ഇതാ ഞാൻ അതിമാന്തായ വിജയത്തെ കൈവരിക്കാൻ അടുത്തിരിക്കുകയാണ്. എന്റെ നാവിന് പകരമായി മറ്റൊരു നാവ് ചലിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ കൈകൾക്ക് ശക്തിയേകാൻ മറ്റൊരു കൈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ലോകം അത് കാണുന്നില്ല എങ്കിലും ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. എന്റെ അന്തരംഗത്തിൽ സ്വർഗീയമായ ഒരാത്മാവ് കുടിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്റെ ഓരോ വാക്യവും
ഓരോ അക്ഷരത്തിലും ജീവൻ നൽകിയിരിക്കുന്നു. എന്റെ കയ്യിൽ ഒരു വിളക്കുണ്ട്. എന്റെ അടുക്കൽ വരുന്നവൻ നിശ്ചയമായും ആ വെളിച്ചത്തിൽ പങ്കുണ്ടാകും. എന്നാൽ സംശയവും ദുർഭാവനയും മൂലം ആര് ഓടിപ്പോകുന്നുവോ അവൻ അന്ധകാരത്തിൽ എറിയപ്പെടും. ഈ കാലഘട്ടത്തിലെ അന്യാധീനപ്പെടാത്ത അജയ്യമായ ദുഃഖമാകുന്നു ഞാൻ. എന്നിൽ പ്രവേശിക്കുന്നവരാരോ അവർ കൊള്ളക്കാരിൽ നിന്നും ഹിംസജന്തുക്കളിൽ നിന്നും രക്ഷപ്പെടും. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുഹമ്മദ് സലീം സാഹിബ്. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد. ആദരണീയ അധ്യക്ഷൻ, വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സത്യദൂതൻ അതിൻ്റെ ശതാബ്ദി ആഘോഷിക്കുകയാണ്. 100 വർഷം തികക്കുന്ന മലയാളത്തിലെ പുതുമണ്ഡലത്തിലെ പ്രസിദ്ധീകരണങ്ങൾ ഒരു അപൂർവമാണ്. മാതൃഭൂമിയും ഭാഷാഭൂഷണിയും ഒഴികെ എൻ്റെ അറിവിൽ 100 വർഷം പൂർത്തിയാക്കിയ മറ്റൊരു പ്രസിദ്ധീകരണമുണ്ടോ എന്ന് സംശയം. അപ്പോൾ മലയാള സാഹിത്യത്തിലെ പുതുമണ്ഡലത്തിലെ തന്നെ ആഘോഷിക്കേണ്ട ഒരു ചരിത്ര സന്ദർഭമാണ് ഇത്. എനിക്ക് തന്ന വിഷയം ഇസ്ലാമിക നവോത്ഥാനത്തിൽ സത്യദൂതന്റെ പങ്ക് എന്നാണ്. കേരളത്തിലെ നവോത്ഥാനമായിരിക്കും ഇതിന്റെ സംഘാടകർ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ആദ്യമായ ഒരു കാര്യം ഉണർത്തുകയാണ്. കേരളത്തിൽ ഇസ്ലാമിക നവോത്ഥാനം എന്നത് ഇനിയും ഏറെ ദൂരം താണ്ടാനുള്ള ഒരു മത സാമൂഹിക പ്രക്രിയയാണ്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനം 20ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെയും ദശാബ്ദങ്ങൾ കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ മത സാമുദായിക രാഷ്ട്രീയ വിഭാഗങ്ങളും പൊതുവെ നവോത്ഥാന കാലമായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. നവോത്ഥാനം അഥവാ റിനൈസൻസ് എന്നത് സാമൂഹിക ശാസ്ത്രത്തിൽ നിശ്ചിതാർത്ഥമുള്ള ഒരു സാങ്കേതിക പദമാണ്. പുരാതന മധ്യകാലഘട്ടത്തിലെ പഴയ മൂല്യങ്ങളിൽ നിന്നും മാനവികതയുടെയും യുക്തിയെയും ആധാരമാക്കി പുതിയ ആധുനികതയിലേക്കുള്ള മാറ്റമാണ് നവോത്ഥാനം എന്ന് വിവക്ഷിക്കപ്പെടുന്നത്. മതങ്ങളുടെ നവോത്ഥാനം പ്രത്യേക അർത്ഥത്തിലുള്ളതാണ്. സനാതനമായ ആധ്യാത്മിക മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് ദൈവികമായ ഒരു പദ്ധതി പ്രകാരമുള്ള പുനരുജ്ജീവനത്തെ കുറിക്കുന്നതാണ് മതപരമായ നവോത്ഥാനം. മത നവോത്ഥാനം, റിലീജിയസ് റിനൈസൻസ്, മത പുനരുജ്ജീവനം, റിലീജിയസ് റിവൈവലിസം, അതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് വളരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന രണ്ട് പദ സാങ്കേതിക ശബ്ദങ്ങളാണ്. റിലീജിയസ് റിവൈവലിസം, മത പുനരുജ്ജീവനം, പഴയ മൂല്യങ്ങളെയും യാഥാസ്ഥികതയെയും അതേപടി പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി മത സാമൂഹിക സംഘടനകൾ നമ്മുടെ സമൂഹത്തിൽ വളരെ സജീവമാണ്. അത് റിവൈവലിസമാണ്, റിനൈസൻസ് അല്ല. പുതിയതിനെയെല്ലാം നിരാകരിച്ചുകൊണ്ട് മതപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പഴയതിന്റെ പുനഃപ്രതിഷ്ഠയാണ് മത പുനരുജ്ജീവനം അഥവാ റിവൈവലിസം. ഇത് രണ്ടും വ്യത്യസ്തമാണ്. മത നവോത്ഥാനത്തിന്റെ 100 കൊല്ലത്തെ
കേരള ചരിത്രത്തിൽ സത്യദൂതൻ എന്ന മാസിക വഹിച്ച പങ്കിനെ പറ്റിയാണ് പറയുന്നത്. ഈ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ ആ വിഷയം സമഗ്രവും വെറും ബഹിർഭാഗസ്ഥവുമായ ഒരു സ്പർശിച്ചുകൊണ്ട് ഞാൻ നിർവഹിക്കാം. ഇസ്ലാമിക വീക്ഷണത്തിൽ മതം പുനരുജ്ജീവിപ്പിക്കുക എന്നത് കാലാകാലങ്ങളിൽ നടക്കുന്ന ഒരു ദൈവിക നവീകരണ പ്രക്രിയയാണ്. അതായത് ദൈവിക സ്രോതസ്സിൽ നിന്ന് മതപുരുഷന്മാർക്ക് ലഭിക്കുന്ന വെളിപാടുകൾ മുഖേനയാണ് മതങ്ങൾ സ്ഥാപിക്കപ്പെടുന്നത്. വെളിപാടുകളിലൂടെ ഉത്ഭവിക്കുന്ന മതത്തിന്റെ നവീകരണം അല്ലെങ്കിൽ നവോത്ഥാനം ആധികാരികമായി നടക്കണമെങ്കിൽ അതേ ദൈവിക സ്രോതസ്സിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവേണ്ടത് എന്നത് സാമാന്യ യുക്തിയാണ്. അല്ലാതെ ജീർണത ബാധിച്ച ഏതൊരു സമൂഹത്തെയാണോ പുനരുജ്ജീവിപ്പിക്കേണ്ടത്, ആ ജീർണത ബാധിച്ച സമൂഹത്തിലെ പണ്ഡിതന്മാരോ സംഘടനകളോ കമ്മിറ്റികളോ ഏറ്റെടുത്ത് നടത്തേണ്ട സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ല മതനവോത്ഥാനം. മതങ്ങളുടെ പ്രാമാണികരായ ആധ്യാത്മിക ചരിത്രത്തിൽ അത്തരം ഒരു സ്പഷ്ടമായ ബാഹ്യമായ ഉണർവ് അന്തസാരശൂന്യമായ പുനരുജ്ജീവന ശ്രമമാണ്. ദൈവികമായ വെളിപാടുകളാണ് സമൂലമായ മാറ്റത്തിന്റെ വിധാനമാവുക. മതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം നിറവേറ്റുന്ന സത്യവിശ്വാസിയെ സൃഷ്ടിക്കാൻ ഇത്തരം മത റിവൈവലിസത്തിനോ മതപരമായ പുനരുജ്ജീവന പ്രക്രിയക്കോ സാധ്യമല്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അതായത് കൂടുതൽ മതപരമായ സംഘർഷവും മാത്സര്യവും ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ സ്വാത്വികത സമർത്ഥിച്ച മനുഷ്യ സമൂഹത്തെ സൃഷ്ടിക്കാനോ വ്യക്തികളെ സൃഷ്ടിക്കാനോ ഇത്തരം റിവൈവലിസം കൊണ്ട് സാധ്യമല്ല. നേരത്തെ പറഞ്ഞ മത നവോത്ഥാന പ്രക്രിയയാണ്. അത് വെളിപാടുകളിലൂടെ സമ്പന്നമാകുന്ന അത്തരം പുരുഷന്മാരുടെ സ്വാത്വികരായ പുരുഷന്മാരിലൂടെ സമ്പന്നമാകുന്ന നിഷ്കളങ്കമായ ഒരു ദൈവികോന്മുഖമായ പ്രവർത്തനമാണ് മത നവോത്ഥാനിക്കുന്നത്. അതാണ് അഹ്മദിയ ജമാഅത്ത് പ്രതിനിധാനം ചെയ്യുന്നത്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീകും റസൂലൻ മിൻ അൻഫുസികും യത്ലു അലൈഹിം ആയാതൻ വയുസക്കിഹിം വയുഅല്ലിമുഹും കിതാബ വൽ ഹിക്മ ഇൻ കാനൂ മിൻ ഖബീൽ ലഫീ വലാലിം. അല്ലാഹു സത്യവിശ്വാസികളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ തീർച്ചയായും നിയോഗിച്ചയക്കുക വഴി അവർക്ക് ഔദാര്യം ചെയ്തിരിക്കുന്നു. വെളിപാടുകളിൽ നിന്ന് സമ്പന്നമായിട്ടുള്ള ഒരു പ്രവാചകനെ അയച്ചുകൊണ്ടാണ് അള്ളാഹു സമൂഹങ്ങളെ പിടിച്ച് ഇസ്ലാമിനെ മാത്രമല്ല ലോകത്തുള്ള മതങ്ങളുടെ എല്ലാം മതങ്ങൾ സ്ഥാപിക്കപ്പെട്ടതും അതിനെ ആധികാരികമായ പുനരുജ്ജീവനത്തിലും ഈ ഒരു പ്രക്രിയ ദൈവികമായുള്ള ബന്ധമാണ് ഈ വെളിപാട്. വെളിപാട് എന്താണെന്ന് മനസ്സിലാവാത്ത മതങ്ങളും ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി അവതാരങ്ങളായി ഒന്നൊന്ന് വിശ്വസിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. ദൈവവും മനുഷ്യനുമായ കമ്മ്യൂണിക്കേഷൻ അത് ദൈവികമായ ശുദ്ധമായ വെളിപാടുകൾ. ആ വെളിപാടുകളിലൂടെയാണ് സമൂഹം സംസ്കരിക്കപ്പെടുക എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അങ്ങനെ വെളിപാടുകളുടെ സ്വർഗീയ ജലം കൊണ്ട് അതിന്റെ പ്രഭാവത്തിൽ നിന്നുണ്ടാകുന്ന ഉത്തേജനം കൊണ്ടുമാണ് ദൈവികമായ ആത്മീയ സംസ്കരണവും നവോത്ഥാനവും സംഭവിക്കുക. അഹ്മദിയ പ്രസ്ഥാനത്തെ മറ്റു നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു പ്രത്യേകതയാണ്. അതിന്റെ സ്ഥാപകനായ വാഗ്ദത്ത മസീഹ സർത്താവ് പറയുന്നു, നിങ്ങൾ ദൃഢമായും അറിഞ്ഞുകൊള്ളുകയും ഒരു ദൈവത്തിന്റെ കൈയാൽ നടപ്പെട്ട ചെടിയാകുന്നു. ഇത് ദൈവത്തിന്റെ കൈയാൽ നടപ്പെട്ട ചെടിയാകുന്നു. ദൈവം ഒരിക്കലും ഇതിനെ വ്യർത്ഥമാക്കി കളയുകയില്ല. ഇതിനെ അതിന്റെ വിജയ പൂർണ്ണതയിലെത്തിക്കുന്നത് വരെ അവൻ തൃപ്തിപ്പെടുകയുമില്ല. അവൻ ഇതിന്മേൽ വെള്ളം ചൊരിയുകയും അതിനെ വളർത്തുകയും അതിനു ചുറ്റും രക്ഷാവേലി വെട്ടുകയും ഇങ്ങനെ അവൻ എന്റെ അനുയായികളുടെ അത്ഭുതകരമായ പുരോഗതിയും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുന്നു. എനിക്കെതിരിൽ നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന എന്തെങ്കിലും ബാക്കിയുണ്ടോ? മനുഷ്യകൃതമെങ്കിൽ ഇത് എന്നെ മുറിക്കപ്പെട്ടു പോകുമായിരുന്നു. അതിന്റെ അടയാളം പോലും അവശേഷിക്കുമാറോ അത് നശിച്ചൊടുങ്ങി കഴിയുമായിരുന്നു. അഞ്ചാമേ അഹമ്മദിയ ജമാഅത്തിന്റെ മുഖപത്രമായ ഒരു നൂറ്റാണ്ട് മുമ്പ് ആരംഭിച്ച സത്യദൂതൻ പ്രതിമാസം പ്രസിദ്ധീകരിക്കുന്ന പരിമിതമായ വായനക്കാരിൽ എത്തുന്ന ഒരു ആനുകാലികമാണ്. പക്ഷേ സ്വച്ഛമായ ദൈവിക വെളിപാട് കൊണ്ട് അനുഗ്രഹീതനായ ദൈവനിയുക്തന്റെ ആധ്യാത്മിക നിർഭരമായ ആശയ ഗരിമ കൊണ്ട് നിറഞ്ഞ അതിന്റെ സന്ദേശങ്ങൾ വജ്രസൂചി പോലെ വായനക്കാരന്റെ നെഞ്ചിൽ കൂട് ഭേദിച്ച് ഹൃദയങ്ങളിലേക്ക് ഉറച്ചു കയറുകയും
അത് സമൂഹത്തിൽ പ്രത്യക്ഷവും പരോക്ഷവുമായ ചലനങ്ങളും പ്രതിചലനങ്ങളും ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. സൂര്യൻ ഉദിച്ചാൽ അതിന്റെ പ്രകാശം ഇരുട്ടുകോട്ടകളിലും ചളിവെള്ളത്തിലും പ്രതിഫലിക്കുന്നത് പോലെ സമൂഹത്തെ മുഴുവൻ അത് പ്രകാശഭരിതമാക്കുന്നു, ജാഗ്രത ഒരുക്കുകയും ചെയ്യും. തീർച്ചയായും 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ഉണർവിനും പുരോഗതിക്കും സത്യദൂതൻ പ്രത്യക്ഷമായും പരോക്ഷമായും ആത്മീയമായും ദൈക്ഷണികവുമായും ഊർജം പകർന്നിട്ടുണ്ട്. വലിയ നവോത്ഥാന സംരംഭങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അവരുടെ പിന്തുണയോടെ സഹജീവികളായ നിരവധി മുസ്ലിം പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായി. സനാവുള്ള വ്യക്തിത്വങ്ങളുടെ പരോപകാരി കെ മൗലവിയുടെ അൽ മുർഷിദ്, മുസ്ലിം ഐക്യസംഘത്തിന്റെ അൽ ഇർഷാദ്, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ അൽ ഇത്തിഹാദ്, ഈ മൗലവിയുടെ അൽ ഇസ്ലാഹ്, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ അൽ അമീൻ മുതലായ നിരവധി പ്രസിദ്ധീകരണം. പലതും അഹമ്മദിയത്തിന്റെ കടുത്ത വിരോധികൾ, സംഹരിക്കാൻ കാത്തുനിന്ന അക്ഷര രാക്ഷസന്മാർ. പക്ഷേ ആ വേറുമ്പോൾ ആകാശത്ത് ഉദിച്ചുന്ന നക്ഷത്രങ്ങൾ അസ്തമിക്കുന്നത് പോലെ അവരെല്ലാം ചക്രവാളത്തിൽ പുരോഗതി. സത്യദൂതൻ ധ്രുവനക്ഷത്രം പോലെ അസ്തമിക്കാതെ മാർഗദർശിയായി പ്രകാശം തൂങ്ങിയിരിക്കുന്നു. മറ്റൊരു പ്രസിദ്ധീകരണത്തിനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത എതിർപ്പിന്റെയും വിമർശനത്തിന്റെയും പ്രതിസന്ധികളുടെയും കനൽപഥങ്ങളിലൂടെ സഞ്ചരിച്ച സത്യദൂതൻ ജ്ഞാനപ്രയാണം ശതാബ്ദി വർഷത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ ദീർഘായുസ് ഒരു ഖുർആനിക തത്വത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇപ്രകാരം അള്ളാഹു സത്യത്തെയും അസത്യത്തെയും വിവരിച്ചു തരുന്നു. അതായത് നുരയാകട്ടെ അത് ചണ്ടിയായി പോകും, മനുഷ്യർക്ക് പ്രയോജനമുള്ളത് ഭൂമിയിൽ നിലനിൽക്കും. അതാണ് അതിന്റെ തത്വം. മനുഷ്യർക്ക് പ്രയോജനമുള്ളത് ദീർഘകാലം നിലനിൽക്കും. അതാണ് സത്യദൂതന് സംഭവിച്ച തിരോഗമിക്കപ്പെട്ട മറ്റു പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സത്യദൂതനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ദൈവിക തത്വം അനുസരിച്ച് ഈ ഒരു പ്രതിഭാസമാണ് ഇതിന് കാരണം. കണ്ണൂർ എന്ന ഈ ദേശവുമായി സത്യദൂതന് ഒരു പൊക്കിൾക്കൊടി ബന്ധമുണ്ട്. കേരളത്തിലെ അഹമ്മദിയ ജമാഅത്തും മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് കണ്ണൂരിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് അറക്കൽ എന്ന മുസ്ലിം രാജസ്വരൂപത്തിന് കീഴിലായിരുന്നു എന്നതാണ്. അഹമ്മദിയ ജമാഅത്തിന്റെ പ്രതിയോഗിയായി വന്ന ഈ രാജസ്വരൂപത്തിന്റെ കഥ ചുരുക്കിയൊന്ന് പരാമർശിക്കേണ്ടതുണ്ട്. രാജസ്വരൂപങ്ങളെ മറ്റു നാടുവാഴികളിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്നത് സ്വതന്ത്രമായ രാജാധികാരം, നാണയം അടിക്കാനുള്ള കമ്മട്ടം, വെൺകൊറ്റക്കുട, ഉടമ്പടികളിൽ ഒപ്പുവെക്കാനുള്ള അധികാരം എന്നിവയാണ് രാജസ്വരൂപങ്ങൾ. മറ്റൊക്കെ നാടുവാഴികളാണ്. അങ്ങനെയുള്ള കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായിരുന്നു അറക്കൽ രാജവംശം. ഇതിന് മറ്റൊരു പ്രത്യേകത, ഇസ്ലാമിക സമ്പ്രദായത്തിന്റെ ദായക്രമത്തിൽ നിന്നും വ്യത്യസ്തമായി മരുമക്കത്തായ രീതിയിലുള്ള രാജഭരണമായിരുന്നു അറക്കൽ രാജവംശം അവലംബിച്ചിരുന്നത്. അതിന്റെ ഉത്ഭവം മിത്തുകളിലും ഐതിഹ്യങ്ങളിലും പൊതിഞ്ഞു നിൽക്കുകയാണ്. ഇസ്ലാം മതം സ്വീകരിച്ച് മക്കത്ത് പോയ ചേരമോൾ പെരുമാളിന്റെ ബന്ധുത്വമാണ് ആ ഐതിഹ്യങ്ങളിൽ ഒന്ന്. 18-ാം നൂറ്റാണ്ട് വരെ അവർ ടിപ്പു സുൽത്താന്റെ ആശ്രിതത്വത്തിൽ കഴിയും. ടിപ്പുവിനെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയോടെ അറക്കൽ രാജവംശത്തിന്റെ പ്രതാപത്തിന് മങ്ങലേറ്റു തുടങ്ങി. 1905 അറക്കൽ രാജ്യം കേവലം 3069 ഏക്കർ മാത്രമാണ് രാജ്യം ഒതുങ്ങിയത്. 1911 ഔദ്യോഗികമായി സെങ്കോലും ഉടവാളും ഉപേക്ഷിച്ച് രാജസ്വരൂപം അവസാനം ബ്രിട്ടീഷുകാർക്ക് ഉപേക്ഷിക്കുകയുണ്ടായി, അടിയറക്കുകയുണ്ടായി. അവസാനം സ്വതന്ത്ര ഇന്ത്യയിൽ 1971 26-ാം ഭരണഘടനാ ഭേദഗതിയോടെ രാജാക്കന്മാർക്കും നാടുവാഴികൾക്കും നഷ്ടപരിഹാരമായി നൽകിയിരുന്ന ഫിലിപ്പേഴ്സ് നിർത്തലാക്കിയതോടെ ആ രാജവംശവും അവസാനിച്ചു. അവർ ഇല്ലാതാക്കാൻ ശ്രമിച്ച അഹമ്മദിയ ജമാഅത്ത് ആഗോളതലത്തിലും കേരളത്തിലും കണ്ണൂരിലും സജീവമായി പ്രവർത്തിക്കുന്നു. അറക്കൽ രാജസ്വരൂപം കണ്ണൂരിലെ അറക്കൽ മ്യൂസിയത്തിൽ ഇന്ന് അന്ത്യവിശ്രമം കൊടുക്കുന്നു. അറക്കൽ രാജഭരണത്തിന്റെ നിഷ്ക്രമണ ഘട്ടത്തിലാണ് വാഗ്ദത്ത മസീഹിന്റെ പ്രസ്ഥാനം കേരളത്തിൽ എത്തുന്നത്. 1915
നവംബർ 23 അഹമ്മദിയ ജമാഅത്ത് രൂപീകൃതമാകുന്നത്. 10 വർഷത്തിനുള്ളിൽ തന്നെ 1925 സത്യദൂതനും പിറന്നു. ഏറ്റവും ദുർബലവും ഉപരോധങ്ങളും അക്രമ ഭീഷണിയും വലയിതരായിരുന്ന ഘട്ടത്തിൽ പോലും ഒരു പ്രസിദ്ധീകരണം നടത്തേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ നമ്മുടെ പൂർവ്വസൂരികളുടെ ജ്ഞാനസഭയെയും ദീർഘവീക്ഷണത്തിനെയും അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. സടകൊയിന് പല്ലും നഖവും പോയ വൃദ്ധസിംഹത്തെ പോലെ അറക്കൽ തമ്പുരാക്കന്മാരും ഉലമാക്കന്മാരും മസീഹി പ്രസ്ഥാനമായ അഹമ്മദിയത്തിനെതിരെ മുരളുകയും അലറുകയും ചെയ്തു. അറക്കൽ അധികാരികൾ 1909 ഒരു വാദപ്രതിവാദമാണ് ആദ്യമായി സംഘടിപ്പിച്ചത്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ മരണമായിരുന്നു വിഷയം. ആശയ സംവാദത്തിന്റെ ആദ്യ രംഗം പ്രഖ്യാപിക്കപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. ഇത് ഓർമ്മിക്കുന്നത് റോമാ സാമ്രാജ്യത്തിന് കീഴിൽ സുനേത്രം എന്ന യഹൂദികളുടെ മതവിചാരണ കോടതിയെ യേശു അഭിമുഖീകരിച്ചു. യേശുവിനോട് വിചാരണ ചെയ്യവേ യേശുവിന്റെ മറുപടി കേട്ട പുരോഹിത മുഖ്യൻ കയ്യഫാസ് പറഞ്ഞു, യേശുവിനോട് ചോദിച്ചു, പറഞ്ഞോണ്ട സത്യമാണ്? അതെ എന്ന് യേശു പറഞ്ഞപ്പോൾ, ഇയാൾ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു, ഇനി നമുക്ക് സാക്ഷികൾ എന്തിന്? അപ്പൊ ഇനി വാദപ്രയോഗത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഈശോ മരിച്ചു പോയിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഉപരോധവും പള്ളി വിലക്കും പന്തി വിരോധവും മറ്റുള്ള എല്ലാ തരത്തിലുള്ള മർദ്ദന നടപടികൾ അയച്ചു കൊടുക്കുകയാണ്. അറക്കൽ രാജവംശം മുസ്ലിം സമൂഹത്തിന്റെ പിന്തുണയോടുകൂടി, അല്ലാതെ അവർക്ക് രാജഭരണത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ട് കുറെ കൂടി നീതിപൂർവമായിരുന്നു രാജ്യത്തുള്ള നിയമങ്ങൾ. ഇയാൾ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു, ഇനി നമുക്ക് സാക്ഷികൾ. ഈസാ നബി വഫാത്തായി എന്ന അഹമ്മദി പ്രതികരണം ഉണ്ടായതിനു ശേഷം പിന്നീട് വാദപ്രതിവാദവും പ്രമാണവും എല്ലാം സ്വീകരിക്കപ്പെട്ടില്ല. ഈസാ മസീഹിന്റെ ആകാശവാസം മുസ്ലിം മനസ്സുകളിൽ അത്രക്കും രൂഢമൂലമായിരുന്നു. തുടർന്ന് കുഫർ ഫത്വയും മർദ്ദനമുറകളും പന്തി വിരോധവും അരങ്ങേറി. അഹമ്മദിയ ജമാഅത്തിന്റെ ആശയപ്രചരണത്തിന്റെ ജനിതക മുദ്രയാണ് ഈസാ നബിയുടെ മരണം എന്ന വിഷയം. ഇതൊരു നിസ്സാര പ്രശ്നമല്ല. നമ്മൾ പോലും പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ മരണത്തിന്റെ വിഷയത്തിൽ അപാരമായ സംഹാര നിർമ്മാണ ശേഷി, നവോത്ഥാന മൂല്യവും മുസ്ലിം സമൂഹവും പൊതുസമൂഹവും ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. ആകാശവും ഭൂമിയും പർവ്വതവും തകർന്നു പോകുമെന്ന് ഖുർആൻ പറഞ്ഞ ദൈവപുത്ര സങ്കല്പത്തിന്റെ ശിർക്ക്, വൻ ശിർക്ക്, ഭാഗികമായ ഈ ശിർക്കൽ സങ്കല്പങ്ങളെയാണ് നാം ആദ്യമായി തിരുത്താൻ വേണ്ടി ശ്രമിക്കേണ്ടത്. മുത്തഫീഖ, റാഫീഖ എന്നീ പദങ്ങളുടെ അർത്ഥവും വ്യാകരണപരമായ പദവിന്യാസവും പറഞ്ഞ് ഈ വിഷയത്തെ അനഹമദി പണ്ഡിതന്മാർ ശുഷ്കമായ മസ്കലകളുടെ കുതർക്ക പരിധിയിൽ കെട്ടിയിടാറുണ്ട്. വാസ്തവത്തിൽ ലോക ജനതയുടെ പകുതിയിലധികം വരുന്ന ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും യഹൂദരും പ്രതീക്ഷിക്കുന്ന ഏക മതപരിഹാര പുരുഷൻ ഈസാ മസീഹാണ്. അത് അവരെ യഹൂദികൾക്ക് അവരുടെ മസീഹാണ്, മിശിഹ. ഇത് ഈസാ മസീഹ് അഥവാ യേശു, ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന വിഷയം മതാന്തരീയവും മതേതരവുമായ മാനങ്ങളുള്ളതും സമകാലീന ഭാവി സമൂഹവുമായി ബന്ധപ്പെട്ടതുമായ ഒരു സാർവജനീനമായ മൂല്യങ്ങളുള്ള ഒരു വിഷയമാണ്. അക്കാദമിക ചരിത്രവും, അതുമാത്രമല്ല അക്കാദമിക ചരിത്രവും നമ്മുടെ ദൈനംദിന സിവിൽ ജീവിതവും ഇന്നത്തെ തീയതി വരെ, 23 എന്ന ഈ തീയതി വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ്. BC AD എന്നിങ്ങനെ ചരിത്രത്തെ വിഭജിച്ചിരിക്കുന്ന അക്കാദമിക ചരിത്രം പോലും ഈ ചരിത്രപരമായി തെളിയിക്കപ്പെടാത്ത യേശുവിന്റെ പേരിലാണ് ചരിത്രം പോലും വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്, യേശുവിന് മുമ്പ്. AD എന്ന് പറഞ്ഞാലോ, AD എന്ന് പറഞ്ഞാൽ അന്നോ ഡോമിനി എന്നാണ്. അന്നോ ഡോമിനി എന്ന് പറഞ്ഞാൽ യേശു മരിച്ചിട്ടില്ല, യേശു ഇന്ന് ജീവിച്ചിരിക്കുന്നതുകൊണ്ട് യേശുവിന് ശേഷം എന്ന് പറയാൻ പാടില്ല. അതാണ് ADയുടെ നിർവചനം. യേശു മരിക്കാത്തത് കൊണ്ട് അന്നോ ഡോമിനി, കർത്താവിന്റെ നാമത്തിൽ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. അപ്പോൾ നോക്കണം, ഇത്രയും ഒരു മിത്തിക്കലായിട്ടുള്ള ഒരു കാലഗണനയിൽ പോലും അക്കാഡമിക ചരിത്രം പോലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. യേശു ആകാശത്തിരിക്കുന്നു, 2000 കൊല്ലമായി അദ്ദേഹം ആകാശത്തിരിക്കുകയാണ്. ഭൂമിയിൽ ജീവിക്കുകയും ഭക്ഷണം കഴിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്ന യേശു കേവലം ഒരു മനുഷ്യൻ മാത്രമല്ല, മഹാനായ ഒരു പ്രവാചകനാണ്. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച പ്രവാചകൻ.
അദ്ദേഹത്തിന്റെ ദൈവിക പരിവേഷത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ ആൾദൈവ സങ്കല്പത്തിന്റെ ഒരു തിരുത്തലാണ് വാസ്തവത്തിൽ വേണ്ടത്. ദൈവം എന്നുള്ളത് വളരെ സബ്ലീമായിട്ടുള്ള, വളരെ ഉന്നതമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. മനുഷ്യന് ഒരിക്കലും ദൈവം ആവാൻ സാധിക്കില്ല എന്ന അടിസ്ഥാനമായ ഒരു വിശ്വാസം ഇതെല്ലാ സർവ മതങ്ങളിലും പറഞ്ഞ കാര്യമാണ്. അപ്പൊ മനുഷ്യനൊരിക്കലും ദൈവമാകാൻ പാടില്ല. ദൈവം എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മാണ്ഡ കടാഹം മുഴുവനും സംരക്ഷിച്ച് പരിപാലിച്ച് സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന ഒരു മഹാശക്തിയാണ്. അതൊരു മനുഷ്യന് അതിന്റെ പ്രാതിനിധ്യം കൊടുക്കുവാൻ സാധ്യമല്ല. അത് മനുഷ്യന്റെ കേവല ബുദ്ധി, വളരെ ആബ്സല്യൂട്ട് ആയിട്ടുള്ള ലോജിക്കിന് നിരക്കുന്നതല്ല എന്നുള്ള മഹത്തായ ഒരു തത്വത്തിന്റെ നിഷേധമാണ് യേശുവിന്റെ ദൈവപുത്രനാണ് എന്ന സങ്കല്പം. അതുകൊണ്ട് യേശുവിന്റെ മാതാവിന്റെ സത്യദൂതകളിൽ ഇത്തരത്തിലുള്ള യേശുവിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ നാനാവിധത്തിലുള്ള വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് യേശുവിനെ എങ്ങനെ മാതാവ് ഗർഭം ധരിച്ചു, ജനനം, ജനന സ്ഥലം, ജനന സമയം, വിവാഹം, ശിഷ്യസംഘം, ക്രൂശീകരണം, യഹൂദരുടെ ചിതറിത്തെറിക്കൽ, യഹൂദരെ തേടിയുള്ള അദ്ദേഹത്തിന്റെ യാത്ര, അവസാനം അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു, ഇന്ത്യയിലെ കശ്മീരിൽ അദ്ദേഹത്തിന്റെ ഖബർ. ഇതൊക്കെ വളരെ ആർക്കിയോളജിക്കലായിട്ടുള്ള, വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു തെളിവാണ്. ആർക്കിയോളജിക്കൽ അത്രയും ഒരു ചരിത്രത്തിൽ മിത്തിക്കലായിട്ട് ഒരു ഇതിഹാസമായി കിടക്കുന്ന യേശുവിനെ സംബന്ധിച്ച് ഇത്രയും കോൺക്രീറ്റ് ആയിട്ടുള്ള, ഇത്രയും മൂർത്തമായ ഒരു തെളിവ് നൽകിയ മറ്റൊരു പ്രസ്ഥാനത്തിന് നമുക്ക് കാണാൻ സാധിക്കില്ല. ഔദ്യോഗിക പ്രസ്ഥാനമാണ് അദ്ദേഹത്തിന്റെ കവരത. ഒരു ആർക്കിയോളജിക്കൽ വെല്ലുവിളി നടത്തി ചരിത്രകാരന്മാരെ വെല്ലുവിളിച്ചിരിക്കുന്നു. അപ്പൊ ഇത് ആരുടെയും മതവികാരത്തെ വെളിപ്പെടുത്താണ്. ഇത്രയും നമ്മുടെ ചരിത്രത്തെയും നമ്മുടെ ദൈനംദിന ജീവിതത്തെയും ഊന്നി നിൽക്കുന്ന, അതിന്റെ പരിവേഷം കൊണ്ട് അതിന്റെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ഈ ഒരു സങ്കല്പത്തെ ഞാൻ തിരുത്തേണ്ടിയിരിക്കും. ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇപ്രാവശ്യത്തെ സത്യങ്ങളിൽ തന്നെ ടൂറിലെ തിരുശീല യേശുവിന്റെ അവശേഷിക്കുന്ന ഒരു ഭൗതിക പദാർത്ഥമാണ്, ഒരു റിലിക്, ഒരു തിരുശേഷിപ്പ് എന്നുള്ള നിലയിൽ ഒരു ആർക്കിയോളജിക്കൽ വേദിയുള്ള ഒരു വസ്തുവാണ് ടൂറിനിലെ, ഇറ്റലിയിലെ ടൂറിൻ എന്ന ബസിലിക്കയിൽ സൂക്ഷിച്ചിരിക്കുന്ന യേശുവിനെ പൊതിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരു ശവക്കച്ച എന്ന് പറഞ്ഞുകൊണ്ട് യേശു ശവമായിട്ടില്ല, ഒരിക്കലും ശവമായിട്ടില്ല. യേശുവിന്റെ അദ്ദേഹത്തിന്റെ ശരീരത്തെ പൊതിഞ്ഞ ഒരു തിരുക്കച്ച. അതിനെ പറ്റിയുള്ള നിരവധി ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അവിടെ അമ്പരപ്പിക്കുന്ന അതൊരു സൈറ്റുണ്ട്, നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനെ പറ്റിയുള്ള ഒരു സൈറ്റും അതിനെപ്പറ്റിയുള്ള നിരവധി ലേഖനങ്ങൾ. അവിടെ ഡിറ്റക്റ്റീവ് നോവൽ പോലെ അവസർപ്പക കഥ അന്വേഷിക്കുന്നത് പോലെ ഈ തിരുശീലയെ സംബന്ധിച്ചിട്ടുള്ള പല വിധത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ പറയുന്നത് യേശു ക്രൂശിൽ നിന്ന് അദ്ദേഹം എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു. ഇത് വളരെ വിവാദാത്മകമായിട്ടുള്ള, അതോടുകൂടി സഭ ഈ തിരുവസ്ത്രത്തെ വളരെയധികം റവേഡായിട്ടുള്ള, വളരെയധികം ബഹുമാനപൂർവ്വം അത് ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറിയിട്ടുള്ള ഇത് റിലീഫ് എന്ന സ്ഥാനത്ത് നിന്നും ഇതൊരു ഐക്കൺ, ഒരു ബിംബമാക്കി അത് സഭ ഈയിടെ പ്രസ്താവിക്കുന്നു. കാരണം ബിംബം എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു വിധത്തിലുള്ള 1974 അതിന് സയന്റിഫിക്കലായിട്ടുള്ള ഒരു ഗവേഷണത്തിന് തുറന്നു കൊടുത്തത് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ. ഇപ്പോൾ സഭ പറയുന്നത് യാതൊരു വിധത്തിലുള്ള സയന്റിഫിക്കലായിട്ടുള്ള അന്വേഷണങ്ങളും അതിന്റെ മേലെ വേണ്ട, അതൊരു ഐക്കണാണ്. ഐക്കൺ എന്ന് പറഞ്ഞാൽ ഒരു ബിംബമാണ്, ഒരു ആരാധിച്ച് തൊഴുത് മടങ്ങുക എന്നല്ല. അത് റിലിക് എന്ന് പറഞ്ഞാൽ ഒരു ചരിത്ര മൂല്യം കൂടി. അപ്പൊ അത് തിരുശേഷിപ്പ് എന്നുള്ള ആ പദവിയിൽ നിന്നും റിലിക് ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പൊ ഒരു വിധത്തിലുള്ള സഭ ഇത്തരം വിശ്വാസങ്ങളെ ശാസ്ത്രവുമായി അടുപ്പിച്ചു വെക്കാനുള്ള അവരുടെ ദൈവനിൽപ്പ് അടുപ്പിക്കാനുള്ള അതിന്റെ ഗവേഷണത്തിന് വിധേയമാക്കാനുള്ള ഈ ശാസ്ത്ര വിരോധം ഇത് വളരെ സഭയുടെ ചരിത്രത്തിൽ ഉടനീളം കാണാറുണ്ട്. അപ്പൊ അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫലസ്തീൻ പ്രശ്നത്തിന്റെ അടിവേര്, ഇന്നത്തെ കാണുന്ന ഫലസ്തീൻ പ്രശ്നം ഗസയില് ഏകദേശം 175,000 കുട്ടികളെയും സ്ത്രീകളെയും അടക്കം കൊന്നൊടുക്കിയതിന്റെ അതിന്റെ അടിസ്ഥാനം തന്നെ മസീഹിന്റെ വരവിന് വേണ്ടി ഇസ്രായേലിനെ ഒടുക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ വിഷയത്തിന്റെ സമകാലീന ലോകത്തുള്ള വിനാശകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഫ്രാത്ത് നദി മുതൽ മറ്റേ നൈൽ നദി വരെ
മിസ്രൈം നദി മുതൽ ഫ്രാത്ത് നദി വരെ, യൂഫ്രട്ടീസ്, ഇറാഖിലെ ബാബിലോണിയയിൽ കൂടി അന്ന് ഒഴുകിയിരുന്ന യൂഫ്രട്ടീസ് നദി മുതൽ ഈജിപ്തിലെ ഇസ്രായേൽ നദി വരെയുള്ള, ഈജിപ്തിലെ നൈൽ നദി വരെയുള്ള 8 രാജ്യങ്ങൾ അടങ്ങിയ രാജ്യം. ഇതാണ് വിശാലമായ ഇസ്രായേൽ. ആ ഇസ്രായേലിന് വേണ്ടിയാണ് ഇന്ന് സിയോണിസം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞല്ലോ നെതന്യാഹു. അപ്പൊ അതിനുവേണ്ടി ഈ ഗസയിലുള്ള പാവപ്പെട്ട ആളുകൾ ഒഴിപ്പിക്കുകയാണ്. അവിടെ നൂറ്റാണ്ടുകളോളം ജീവിച്ച് ഇരുന്ന ആളുകൾ ഒഴിപ്പിച്ചുകൊണ്ട് മസീദ് വരുന്നതിന് വേണ്ടി ദൈവത്തെ അവിടെയുള്ള വാഗ്ദാനം ചെയ്ത മസീഹിന്റെ അവതരണത്തിന് വേണ്ടി ഇസ്രായേലിന്റെ യഹൂദികളെ കൊണ്ട് നിറക്കുകയാണ്. അത് ബൈബിളിലൊരു പ്രവചനപദമാണ്. ബാക്കിയുള്ള മനുഷ്യന്മാരും ദൈവത്തിന്റെ മക്കളല്ലേ. അതങ്ങനെ സത്യദൂതൻ ജന്മമെടുക്കുന്ന കാലത്ത് ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് കേരളത്തിൽ സത്യദൂതന്റെ 100 വർഷത്തെ താഴ്വരയിൽ ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഈ ഇത്തരം വിഷയങ്ങളൊക്കെ ഓരോന്നോരോന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. സത്യദൂതൻ ജന്മമെടുക്കുന്ന കാലത്ത് കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ രക്തരൂക്ഷിതമായ സമരങ്ങളുടെ ഒരു ഘട്ടം കഴിഞ്ഞു. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇസ്ലാമിക ഖിലാഫത്ത് എന്താണ് എന്നതിനെ പറ്റി മലയാളി വായനക്കാർക്ക് വ്യക്തമായ അവബോധമുണ്ടാക്കാൻ സത്യദൂതൻ നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഖിലാഫത്ത് ഒരു ഭരണ പരിപാടി മാത്രമാണെന്നാണ് മുസ്ലിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഖിലാഫത്ത് അനുഭവങ്ങളുള്ള അഹമ്മദികളെ കേൾക്കാനോ വായിക്കാനോ കണ്ടു മനസ്സിലാക്കാനോ അവർ കൂട്ടാക്കിയില്ലെങ്കിലും ഖിലാഫത്തിന്റെ യാഥാർത്ഥ്യം പല രൂപത്തിൽ മുസ്ലിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ സത്യദൂതൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ മറ്റൊരു ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ കൂടെ ഒരിക്കൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ കൂടെ കൊണ്ടു നടന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ മുഖ്യധാരയുള്ള കോൺഗ്രസ് കൊണ്ടു നടന്ന ഒരു പ്രക്ഷോഭമായിരുന്നു ഖിലാഫത്ത് പ്രക്ഷോഭം. ഖിലാഫത്തിന്റെ യാഥാർത്ഥ്യം ദുരന്തങ്ങൾ തുർക്കിയിൽ നാമമാത്രമായ ഖിലാഫത്ത് അവസാനിപ്പിക്കാൻ അത്താതുർക്ക് കമാൽ പാഷ തയ്യാറെടുത്തുകൊണ്ടിരിക്കെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മുസ്ലിം സമൂഹത്തെ കൂടെ കൂട്ടാൻ ഖിലാഫത്ത് പുനഃസ്ഥാപന പ്രക്ഷോഭം കോൺഗ്രസ് ഏറ്റെടുക്കുകയും ഖിലാഫത്ത് എന്ന ഒരു മതസ്ഥാപനത്തെ, ഖിലാഫത്ത് തികച്ചൊരു മതസ്ഥാപനമാണ്, ഇതെന്തിന് കോൺഗ്രസ് ഏറ്റെടുത്തു എന്നുള്ളത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള സെക്കുലറിസ്റ്റുകളും മതേതരവാദികളുമായുള്ള ആളുകൾ അന്ന് തന്നെ വിമർശിച്ചാണ്. അത് മൗലാന നിർഭാഗ്യകരമെന്ന് പറയട്ടെ, മൗലാന അബുൽ കലാം ആസാദ്, അതുപോലെ തന്നെ മൗലാന അബ്ദുൽ ബാരി ഫറഞ്ചി ലക്നൌവിൽ, ഇവര് രണ്ടുപേരും ഇത് ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന തുർക്കി ഖിലാഫത്തിനെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന ഇന്ത്യ ദാറുൽ ഹർബാണ്, അതായത് യുദ്ധരാജ്യമാണ്. അതുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങൾ മുഴുവനും തൊട്ടടുത്ത ദാറുൽ ഇസ്ലാമിലേക്ക്, ഇസ്ലാമിക രാജ്യമായ അഫ്ഗാനിസ്ഥാനിലേക്ക് ഹിജ്റ പോകണമെന്ന് ഫത്വ ഇറക്കി. അങ്ങനെ ഫത്വ ഇറക്കിയതിന്റെ ഫലമായി 20 ലക്ഷത്തോളം മുസ്ലിങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കൈവർ ചൂരൻ കരുത് ഹിജ്റ പോയി എന്നാണ് ജിയം ബനാത്വാല, ഗുലാം മുഹമ്മദ് ബനാത്വാല അദ്ദേഹത്തിന്റെ റിലീജിയസ് പൊളിറ്റിക്സ് ഓഫ് ഇസ്ലാം എന്ന ഇന്ത്യ എന്നുള്ള പുസ്തകത്തിൽ പറയുന്നത്. ഇത് 20 ലക്ഷം മുസ്ലിങ്ങൾ, കുട്ടികളും സ്ത്രീകളും ഒക്കെ അടക്കം ഈ ഇസ്ലാമിക ദാറുൽ ഹർബിൽ ഖിലാഫത്തിനെ നശിപ്പിച്ച ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിൽ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദാറുൽ ഇസ്ലാമായ സ്വന്തം അഫ്ഗാനിസ്ഥാനിലേക്ക്. അഫ്ഗാനിസ്ഥാൻ അമീർ അമാനുല്ലാ ഖാൻ അദ്ദേഹം അതിർത്തി ഇത്രയധികം 20 ലക്ഷത്തോളം മുസ്ലിങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിർത്തി കുത്തിയടച്ചു. അതിന്റെ ഫലമായിട്ട് നിരവധി ആയിരക്കണക്കിന് കുട്ടികളും സ്ത്രീകളും ഖൈബർ ചുരത്തിൽ മരിച്ചു വീഴുന്ന വളരെ ദാരുണമായ കാഴ്ച ലോകം മുഴുവൻ ദർശിക്കുന്നുണ്ട്. ഇന്ത്യ മീൻസ് ഫ്രീഡം എന്ന പുസ്തകത്തിൽ അബുൽ കലാം ആസാദ് ഇതിന് ഖേദം പ്രകടിപ്പിച്ചു. ഞാൻ അങ്ങനെ ഒരു പ്രസ്താവന, ഒരു ഫത്വ ഇറക്കേണ്ടതില്ലായിരുന്നു, അതിന് ഒപ്പുവെക്കേണ്ടതില്ലായിരുന്നു എന്ന് ഇന്ത്യ മീൻസ് ഫ്രീഡത്തിൽ അബുൽ കലാം ആസാദ് പറഞ്ഞു. അപ്പോ ഇത്രയും കേരളത്തിൽ അതിന്റെ വിനാശകരമായിട്ടുള്ള ഫലമുണ്ടായി. കാരണം മഹാത്മാഗാന്ധി അദ്ദേഹം 1920 കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് അദ്ദേഹം മുസ്ലിങ്ങൾ ജിഹാദിന് വേണ്ടി
അല്ല, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി അന്ന് നിസ്സഹകരണം പ്രഖ്യാപിച്ച കാലഘട്ടമാണ് അത്. ഇദ്ദേഹം ഖിലാഫത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി മുസ്ലിങ്ങൾ അവരുടെ മതപരമായ ബാധ്യത നിറവേറ്റണം എന്ന് പറയുകയുണ്ടായിരുന്നു മഹാത്മാഗാന്ധി. മതപരമായ ബാധ്യത എന്ന് പറഞ്ഞാൽ ജിഹാദാണ്. അതിനുശേഷമാണ് 1921 മലബാർ കലാപത്തിന്റെ വളരെ രക്തരൂക്ഷിതമായ രംഗങ്ങൾ. പിന്നീട് ചൗരി ചൗര സംഭവത്തിന് ശേഷം നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിക്കുകയുണ്ട്. അപ്പൊ ഇത്തരം ഖിലാഫത്ത് എന്നാൽ എന്താണ്, അതിനോടൊപ്പം ജിഹാദ് നടത്തി ഖിലാഫത്ത് പുനഃസ്ഥാപിക്കണം എന്നൊക്കെയുള്ള ഇത്തരം വികല ചിന്തകളാണ് ഇന്ന് മുസ്ലിം സമൂഹത്തെ ലോകം മുഴുവനുള്ള ഈ ജിഹാദി ഗ്രൂപ്പുകളെയും ഇത്തരത്തിലുള്ള മിലീഷ്യകളെയും സ്വാധീനിച്ചിരിക്കുന്നത്. അതിന്റെ ഈ വേരോടെ ഇത് മാറ്റിയെങ്കിൽ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുമല്ലോ. അതിന് ഒരുപാട് സേവനങ്ങൾ സത്യത ലേഖനങ്ങളിൽ എഴുതിയിട്ടുള്ളത് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എഴുതിയിട്ടുണ്ട്. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. ബഹുമാനപ്പെട്ട സിറ്റി അമീർ സാഹിബ്, വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അതിഥികളെ, ഭാരവാഹികളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന മാന്യ സഹോദരന്മാരെ, എനിക്ക് 5 മിനിറ്റാണ് സംസാരിക്കാൻ തന്നിരിക്കുന്നത്. ഞാൻ അതിന് നന്ദി പറഞ്ഞു കൊടുക്കുന്നു. എനിക്ക് മലയാളം തീരെ അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു സന്ദർഭം തന്നതിന് ആദ്യം നന്ദി പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, ഈ 5 മിനിറ്റിൽ ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതൊരു ഈ സത്യത്തിന്റെ 100ാം വാർഷികം കൊണ്ടാടുമ്പോൾ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ്. അതായത് ഈ പഴയകാല സത്യദൂതൻ അതിപ്പോൾ വളരെ കുറച്ച് പേരുടെ അടുത്ത് മാത്രമാണ് അത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് നശിച്ചു പോകും എന്നുള്ള ഒരു ഭയം നമ്മുടെ ഇടയിലുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടി എൻ്റെ അഭ്യർത്ഥന അനുസരിച്ച് അവിടുത്തെ ഒരു പ്രതിനിധി ഇവിടെ കേരളത്തിൽ വന്ന് കണ്ണൂരിൽ തന്നെ 15 ദിവസം താമസിച്ച് പിന്നെ ഒരു 2 കൊല്ലത്തെ അവധിക്ക് ശേഷം വീണ്ടും എൻ്റെ വരയിൽ 15 ദിവസം താമസിച്ച് ഇതിൻ്റെ ഈ പഴയ സത്യത്തിൻ്റെ കോപ്പി അത് സ്കാൻ ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. അത് ഇനും അതിൻ്റെ പ്രോസസ് ഇനും ഏതാണ്ട് 2 കൊല്ലമോ ചിലപ്പോൾ 3 കൊല്ലമോ അതിനെ കോപ്പി ചെയ്ത് അതിൻ്റെ വോള്യം കുറച്ച് അതിനെ നെറ്റിൽ ഭാവി തലമുറക്ക് ഉപയോഗപ്പെടുത്താൻ ഇൻഷാ അല്ലാഹ് അത് അവൈലബിൾ ആണ്. അത് കേന്ദ്രത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെയും ഇതിൻ്റെ കോപ്പി ഉണ്ട്. കേന്ദ്രത്തിൽ തന്നെ 3 ഡിപ്പാർട്ട്മെന്റിൽ അത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജസാക്കുമുല്ലാഹു ഖൈറൻ. അടുത്തത് ഒരു ഡോക്യുമെന്ററിയുടെ പ്രദർശനമാണ്. അത് കഴിഞ്ഞാൽ പരിപാടി തുടരുന്നതാണ്.
ഗതകാല ചരിത്രം അയവിറക്കുന്ന കണ്ണൂരിന്റെ തീരപ്രദേശമാണ് കണ്ണൂർ സിറ്റി. പുരാതന കാലം മുതൽക്കേ തീരദേശ വ്യാപാരങ്ങൾക്ക് പ്രസിദ്ധമായിരുന്നു ഈ തുറമുഖ നഗരം. വിദേശികളും ലക്ഷദ്വീപ് നിവാസികളും യഥേഷ്ടം ഈ നഗരത്തിൽ എത്തിച്ചേർന്നിരുന്നു. നാടുവാഴികൾ നാടൊന്നടങ്കം അടക്കി വാഴുന്ന കാലഘട്ടമായിരുന്നു. ഭൂതകാല പ്രതാപത്തിന്റെ മുഖസാക്ഷിയായി നിൽക്കുന്ന അറക്കൽ രാജസ്വരൂപം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. അറക്കൽ കൊട്ടാരത്തിലെ ഒരു മന്ത്രിപുത്രനായ അബ്ദുൽ ഖാദർ കുട്ടി സാഹിബിന്റെ ജന്മഗ്രഹമായ ഇടപ്പകത്ത് തറവാടാണിത്. നഗരവാസികൾക്ക് സമയബോധം നൽകുന്ന അറക്കൽ കൊട്ടാരത്തിലെ നാഴികമണി. ഈ നാഴികമണി ഗോപുരത്തിന് അഭിമുഖമായി നിൽക്കുന്ന നടുവിലകം തറവാട്. ഈ മാളിക വീടാണ് അബ്ദുൽ ഖാദർ കുട്ടി സാഹിബിന്റെ ഭാര്യാഗ്രഹം. കാലം കാർന്നു തിന്നു കഴിഞ്ഞ ഈ വീടിന്റെ താഴത്തെ നിലയിലെ പഠനമുറി ചരിത്രപാഠങ്ങളുടെ കലവറയാണ്. വിപ്ലവാത്മകമായ ഒരു ആദർശത്തിന്റെ ഭാവിഭാഗതയെ നിർണയിക്കുവാനുള്ള സ്മാരക മന്ദിരമായി രൂപാന്തരപ്പെടുകയായിരുന്നു ഈ പഠനമുറി. ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ദ്വീപമാണ് മഹൽദ്വീപ്. ആ ദ്വീപിലെ രാജകുടുംബാംഗമായ വ്യക്തിയാണ് മുഹമ്മദ് ദീദി എന്ന് പറയുന്നത്. ഏറെ വായനയും നല്ല ചിന്ത ഞാൻ സോഫ്റ്റ്വെയർ അക്കാദമി ചെയർമാനായിരുന്ന സന്ദർഭത്തിൽ കോഴിക്കോട്ട് വെച്ച് ഒരു കേരളത്തിലെ എല്ലാ മാസികകളും പത്രങ്ങളും ഇന്ത്യ ആകെയുള്ള മാസികകളും പത്രങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഇന്റർനാഷണൽ ഫോട്ടോ ഫെസ്റ്റിവൽ നടത്തുകയുണ്ടായി. അത് പത്രങ്ങളെ കുറിച്ചുള്ള ഫോട്ടോകളായിരുന്നു. അന്ന് കുഞ്ഞിമുസ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം വളരെ രസികനായ ഒരു അനർഹതയാണ്. കേരളം മുഴുവൻ അറിയപ്പെടുന്ന കുഞ്ഞിമുസ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. എല്ലാവരും കുഞ്ഞിമുസ എന്നാണ് വിളിക്കുന്നത്. കാരണം പത്രപ്രവർത്തന രംഗത്ത് അധികായനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ചെയർമാനാക്കിയുള്ള കമ്മിറ്റിയാണ് അന്ന് ഇതിനു വേണ്ടി ഞങ്ങൾ നിശ്ചയിച്ചത്. അവർ 3 ദിവസം അവിടെ ഈ എക്സിബിഷൻ നടത്തി. ആ എക്സിബിഷന് ഒന്നാമതായി പ്രദർശിപ്പിച്ചത് സത്യോദയ. അത് മാത്രമല്ല, ആ പ്രദർശനശാലയിൽ അന്ന് കൊടുത്ത അവാർഡ് സത്യോദയ. അതിന് കാരണം എന്താണെന്ന് ഇവിടെ സലീം സാഹിബൊക്കെ സംസാരിക്കുമ്പോൾ സലീം സാഹിബ് നമ്മുടെ വിജ്ഞാന വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ശാസ്ത്ര വിജ്ഞാന കൗതുകത്തിൻ്റെ പിന്നെ തമ്പുരാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന വ്യക്തിയാണ്. അദ്ദേഹം അന്ന് അവിടെ ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ അവസരത്തിൽ സത്യോദയ അവാർഡ് കൊടുത്തുകൊണ്ട് കുഞ്ഞിമൂസ ചെയ്ത പ്രസംഗത്തിൽ മലയാളത്തിൽ മാതൃഭൂമിക്കും മനോരമക്കും മാത്രമല്ല അതിനപ്പുറത്ത് സാഹിത്യ കൗതുകങ്ങൾക്ക് ഉദാഹരണമായി ഇന്നുലേഖാൻ എന്ന ആദ്യത്തെ മലയാള നോവലിനെ ആ നോവലിന് പോലും പ്രചോദനമാകുന്ന വിധത്തിൽ ശാസ്ത്ര സാങ്കേതിക സാംസ്കാരിക സാമൂഹ്യ ചരിത്ര ബോധം ഉണ്ടാക്കിയെടുത്ത ഒരു മാസികയാണ് അത് എന്ന് പറയുന്നത്. ഞാൻ ഫോട്ടോ അക്കാദമി ചെയർമാനായിരുന്ന സന്ദർഭത്തിൽ തന്നെ ഒരവസരത്തിൽ തൃശ്ശൂരിൽ പോകുകയുണ്ടായി. തൃശ്ശൂരിൽ സാഹിത്യ അക്കാദമി ഒരു ലോക എക്സിബിഷൻ സ്ഥാപിച്ചു. ആ ലോക എക്സിബിഷനിൽ അന്ന് സത്യോദയം പ്രദർശിപ്പിച്ചു. ആ സത്യോദയം പ്രദർശിപ്പിച്ചത് മാത്രമല്ല, സത്യോദയം അന്ന് സ്റ്റാർ ഉണ്ടായിരുന്നു. സാഹിത്യ അക്കാദമി സ്റ്റാർ ഉണ്ടായിരുന്നു. ഇന്ന് വാസ്തവത്തിൽ നമ്മൾ ആലോചിക്കുന്ന കാര്യമാണ്. ഏതൊരു കാലം
ആ കാലത്ത് വാസ്തവത്തിൽ വർഗീയത ആളിത്തട്ടുന്ന ഒരു ദശാസമയിൽ ആ അവസരത്തിൽ അവിടെ സത്യത്തിൽ സ്റ്റാളിൻ നടന്നു. ആ സ്റ്റാളിൻ അതിമഹനീയമായി മഹത്തരമായി ആ സ്റ്റാളിൻ അന്ന് സത്യവനാണ് ഈ പിന്നെ അവാർഡ് കിട്ടിയത്. എന്തിനാ അവാർഡ് എന്ന് പറഞ്ഞാൽ സത്യവന് കാര്യകാരണ ഗ്രഹണ ശക്തി നൽകുന്ന പുസ്തകം എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യവന് അന്ന് ആദരിച്ചത്. ആ ആദരവിൻ്റെ സമയത്ത് അന്ന് പ്രസംഗിച്ചത് നമുക്ക് അന്ന് സ്പീക്കറായിരുന്ന ജി കാർത്തികയാണ്. കേരളത്തിലെ ഏറ്റവും അധികം ശാസ്ത്രബോധവും അതുപോലെ തന്നെ മനുഷ്യസ്നേഹവും ഉള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ഇന്ന് അവിടെ വെച്ച് പറഞ്ഞത് കാരുണ്യത്തിൻ്റെ മഹാമൂർത്തിയാണ് വാസ്തവത്തിൽ അത് അമൃതകൃഷ്ണൻ. അദ്ദേഹം വായിച്ചു പഠിക്കുന്ന വിജ്ഞാനത്തിൻ്റെ തറവാട്ടിലെ ഏറ്റവും വലിയ സ്രോതസ്സാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ ജീവിതത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ആത്മപ്രദമാണ് വാസ്തവത്തിൽ അദ്ദേഹം എന്നത് പറഞ്ഞപ്പോൾ മാന്യനായിട്ട് പിന്നെ സരളാദേവി എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ അന്നത്തെ കോൺഗ്രസിൻ്റെ ഇന്നത്തെ കോൺഗ്രസിൻ്റെ ചില പറയുന്നത് അന്നത്തെ കോൺഗ്രസിൻ്റെ MP ആയി പാർലമെന്റ് മെമ്പറായിരുന്നു അവർ അന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യവ്രതനെ പറ്റി പറഞ്ഞത് കൊടുങ്ങല്ലൂർ ഭാഗത്ത് ഈ സത്യവ്രതന്റെ വെളിച്ചം ഉണ്ടായതുകൊണ്ടാണ് ആ ഭാഗത്ത് അവർ കൊടുങ്ങല്ലൂരിൽ പിന്നെ ദൈവവിശ്വാസിയായ ഒരു സ്ത്രീയാണ് പിന്നെ കൊടുങ്ങല്ലൂർ സെന്റ് തോമസ് കോളേജിന്റെ പ്രിൻസിപ്പാളാണ്. അങ്ങനെയുള്ള അവർ പറഞ്ഞത് ഇതാ അന്ന് പിന്നെ ശരിക്കും പറഞ്ഞാൽ സത്യവ്രതൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഉൾപ്പെടുന്നത് ഉണ്ടാക്കുന്ന ഒരു തരത്തിൽ അവർ ഉപയോഗിച്ച വാക്കിലാണ് വിജ്ഞാനവും വിവേകവും അതേപോലെ തന്നെ വികാര പിന്നെ സംശീലനവും ഒക്കെയുള്ള ഒരു മാസികയാണ് സത്യവ്രതൻ സത്യവ്രതനെ പറ്റി തന്നെ അവരെടുത്ത് പറഞ്ഞു. എന്നിട്ട് അന്ന് പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നു. അവിടെ സത്യം ശിവം സൗന്ദര്യം എന്ന വാക്ക് ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ തൻ്റെ പ്രസംഗം അവസാനിച്ചത്. സത്യം എന്നതിനെപ്പറ്റി ദൈവിക സത്യം, ദൈവമാണ് ഏറ്റവും വലിയ സത്യം. അതാണ് അവർക്ക് അറിയാതാണ് ദൈവമാണ് ഏറ്റവും വലിയ സത്യം. ശിവം എന്ന് പറഞ്ഞാൽ സുന്ദരം എന്നാണ്, ശിവം എന്ന് പറഞ്ഞാൽ നന്മ എന്നാണ് അർത്ഥം. ദൈവം നന്മയാണ്, സത്യമാണ്, അതോടൊപ്പം തന്നെ സൗന്ദര്യവുമാണ് എന്ന് അവർ അവിടെ നിന്ന് പറയുകയും സത്യവും സൗന്ദര്യവും അടങ്ങുന്ന ഈ സത്യവ്രതൻ എന്ന് പറയുന്നത് ഈ ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്ന അദ്വൈത സിദ്ധാന്തത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അതേപോലെ തന്നെ ശരിക്കും സത്യവ്രതൻ എന്നത് പിന്നെ ശ്രീനാരായണ ഗുരു പറയുകയുണ്ടായി. പിന്നെ ശ്രീനാരായണ ഗുരു പറയുന്നത് കാരുണ്യവാൻ മുത്തുമ നബി, കാരുണ്യവാൻ മുത്തി നബി എന്ന് പറയുകയുണ്ടായി എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. ഞാൻ അത്രമാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും. വാക്കുകൾ സദസ്സിലും ഉള്ള പൂർണ്ണമായ സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, ഈ ഒരു സമ്മേളനം ഒരു അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹത്തിന് നന്ദി കാണിക്കലായിട്ടാണ് എനിക്ക് ഇന്നിവിടെ ഇരുന്നപ്പോൾ തോന്നിയത്. ഇവിടെ കേരളത്തിൽ നിന്നും പുറത്തുനിന്നുള്ള കുറേ ആളുകൾ, കുറേ സഹോദരങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും സത്യദൂതനുമായിട്ടുള്ള ഒരു ബന്ധം ആണ് ഇവിടെ അവരെത്തിച്ചേരാൻ കാരണമായിട്ടുള്ളതെന്നാണ് അനുഭവസ്ഥൻ എന്നതിൽ എൻ്റെ വിശ്വാസം. ചുരുങ്ങിയ സമയമാണെങ്കിലും എൻ്റെ ഒരു അനുഭവം പറയാതെ വയ്യ. കാരണം ഞാൻ വിശ്വാസത്തിലേക്ക്, ദൈവവിശ്വാസത്തിലേക്കും അമൃതത്തിലേക്കും വരുന്ന സമയത്ത് എന്നെ ആകെ അലട്ടിയിരുന്നൊരു കാര്യമായിരുന്നു പരലോകത്തെ സ്വർഗ്ഗനരകങ്ങളെ കുറിച്ചിട്ടുള്ളത്. യാദൃശ്യമായിട്ട് പഴയ ഒരു സത്യദൂതന്റെ ഒരു കോപ്പി എനിക്ക് കിട്ടുകയും അതിൽ സർ സഫറുല്ലാ ഖാൻ സാഹിബിന്റെ ഇസ്ലാമിക ദൃഷ്ടിയാൽ സ്വർഗ്ഗനരകം എന്നുള്ള ഒരു ലേഖനം വായിക്കുകയും ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ച സംഭവങ്ങളൊന്നായിരുന്നു. ഞാൻ സത്യദൂതനുമായിട്ടുള്ള ഓരോ അഹമ്മദികളുടെയും ബന്ധം, പ്രത്യേകിച്ച് പുതിയ അഹമ്മദികളുടെ ബന്ധം ഞാൻ പറയുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള തർബീയത്വപരവും വിശ്വാസപരവും വൈജ്ഞാനികപരവും എല്ലാമായിട്ടുള്ള കാര്യങ്ങൾ ഒരു നൂറ്റാണ്ട്
നടത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. ഇപ്പം എറണാകുളത്താണ് കുറച്ച് കാലമായിട്ട് സത്യുവിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും നടക്കുന്നത്. അവിടെ തന്നെ നമുക്കറിയാം എത്രത്തോളം അതിന് ഒരാൾ അല്ലെങ്കിൽ ടീം ബുദ്ധിമുട്ടണം. ഇപ്പൊ കണ്ണൂരിൻ്റെയും മണ്ണയിൽ നിന്നാണ് അതിൻ്റെ തുടക്കം. അതിൻ്റെ ഇപ്പൊ ഇവിടെ അമിത് സാഹിബ് സിറ്റി അമിത് സാഹിബ് കത്ത് വായിക്കുന്നുണ്ടായി. അപ്പൊ അവിടെയൊക്കെ നമുക്ക് അറിയാം എത്രത്തോളം ഈ ആദ്യകാല എഡിറ്റർമാരും അല്ലെങ്കിൽ അതിൽ മാനേജർമാരെന്നോട് പറയാനൊന്നും ഉണ്ടാവില്ല, നമുക്കറിയാവുന്നതാണ്. എല്ലാം ഒരാൾ തന്നെ ചെയ്യുക അല്ലെങ്കിൽ ഒരു ടീം തന്നെ ചെയ്യുന്ന അവസ്ഥയിൽ അതാണ് ഞാൻ അതിനെ പറഞ്ഞത്. ഈ ഒരു സമ്മേളനം അള്ളാഹു നൽകിയ അനുഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ പൂർവീകർ ചെയ്ത ആ ത്യാഗത്തിന് ഒരു നന്ദി കാണിക്കുന്നത് കൂടിയാണ്. ആ രീതിയിൽ ഈ സമ്മേളനം അനുഗ്രഹീതമാകട്ടെ, അവർക്കെല്ലാം ഉണ്ടാവും തക്ക പ്രതിഫലം നൽകട്ടെ. അതുപോലെ സംഘാടകർക്കും ഞാൻ ഇതിലേക്ക് അന്വേഷണമാണ് പ്രതീക്ഷിച്ചു വന്നതെങ്കിലും ഡോക്യുമെന്ററിയിലൂടെ അത് പരിഹരിക്കപ്പെട്ടു. എങ്കിലും കുറച്ചുകൂടി ഇത്രയും തെളിവ് രേഖകളൊക്കെ ഇവിടെ ഉള്ളത് ലെറ്ററുകളും മറ്റു കോപ്പികളുള്ള സ്ഥിതിക്ക് വേറൊരു സന്ദർഭത്തിലാണെങ്കിലും വലിയൊരു എക്സിബിഷൻ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കണ്ണൂർ ജില്ലാ അമിത് സാറും എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് ഞാൻ അപേക്ഷിക്കുകയാണ് വലിയൊരു എക്സിബിഷൻ കേരളത്തിന് നൽകാൻ നിങ്ങൾ ശ്രമിക്കണം. കെ അബ്ദുൽ അസീസ് സലിമൻ, ജില്ലാ മേയർ. ബഹുമാന്യ സദസ്യരെ, വിശിഷ്ട വ്യക്തികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സത്യദൂതൻ ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു വായനക്കാരനും ഒരു മാസികയും തമ്മിലുള്ള ബന്ധം മാത്രമാണ്. പക്ഷേ വായനക്കാരനാകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സത്യദൂതനുമായി ബന്ധമുണ്ടായി. ആയിരത്തി 1976 അതായത് അടിയന്തരാവസ്ഥ നിലനിന്ന ആ കാലത്ത് കണ്ണൂർ സിറ്റിയിൽ ഉറുദു പഠിക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ചു കാലം താമസിച്ചിട്ടുണ്ടായി. അന്നത്തെ സിറ്റി ജമാഅത്തിന്റെ പ്രസിഡന്റ് മർഹൂം എൻ ഹാമിദ് സാഹിബും അദ്ദേഹത്തിന്റെ മജിൽസാമിലെയും അന്ന് പടിയിൽ താമസിക്കുന്നതിന് എന്നെ അനുവദിക്കുകയുണ്ടായി. ആ കാലത്ത് സത്യദൂതൻ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസ്സിൽ നിന്ന് അത് ഒരു ചാക്കിൽ കെട്ടി എൻ ഹാമിദ് സാഹിബ് പള്ളിയിൽ കൊണ്ടുവരും. പള്ളിയുടെ 1ാം നിലയിൽ മുകളിലത്തെ നിലയിൽ അത് കൊണ്ടുവെക്കുകയും അന്നത്തെ അത്ഫാലുകളും ചില കാഠിന്യങ്ങളും അത് 4ആയി മടക്കുകയും റാപ്പർ ഒട്ടിക്കുകയും ചെയ്യും. അന്ന് അവിടെ താമസിച്ചിരുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ ബയ്യത്ത് ചെയ്യുന്നതിന് മുമ്പാണ് ഞാനും ആ ജോലിയിൽ ആ കുട്ടികളെ സഹായിച്ചിട്ടുണ്ടായി. അവിടെയാണ് സത്യദൂതനുമായിട്ടുള്ള എൻ്റെ ബന്ധം ആരംഭിക്കുന്നത്. പക്ഷെ ആ കാലത്ത് ഒരിക്കൽ പോലും ഞാൻ സത്യദൂതൻ വായിച്ചിട്ടില്ല. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞാണ് യഥാർത്ഥത്തിൽ ഞാൻ സത്യദൂതന്റെ വായനക്കാരനായി മാറുന്നത്. സത്യദൂതന്റെ നാളുവഴികളെ കുറിച്ച് ഇവിടെ വിശദമായി പ്രതിപാദിക്കപ്പെട്ടു കഴിഞ്ഞു. പഴയ ഒരു സത്യദൂതനിൽ നിന്നുള്ള ഒരു ഭാഗം, ചെറിയൊരു ഭാഗം വായിച്ച് കേൾപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ആശംസാ പ്രസംഗം അവസാനിപ്പിക്കാം. 1974 പാകിസ്ഥാൻ നാഷണൽ അസംബ്ലി അഹമ്മദികളെ അമുസ്ലിം ന്യൂനപക്ഷമായി പ്രഖ്യാപിച്ചതിന് ശേഷം ലക്നൌവിൽ നിന്ന് പുറപ്പെടുന്ന സിദ്ഖെ ജദീദ് എന്ന പത്രത്തിന്റെ അന്നത്തെ എഡിറ്റർ അബ്ദുൽ മാജിദ് ദരിയാബാദി സന്തോഷിക്കാറായില്ല എന്ന ഒരു ഹെഡിങ്ങോട് കൂടിയ ഒരു ലേഖനം ആ പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചുരുക്കം 1974 ഒക്ടോബർ 5-ാം തീയതി സത്യദൂതനിൽ വന്നിട്ടുണ്ടായി. അത് ഇങ്ങനെയാണ് പറയുന്നത്:
അഹമ്മദികളെ അമുസ്ലിം ന്യൂനപക്ഷമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പാക് നാഷണൽ അസംബ്ലി തീരുമാനത്തെപ്പറ്റി മൗലാന അബ്ദുൽ മജീദ് ദരിയാബാദി തൻ്റെ സിദ്ഖ് ജദീദ് പത്രത്തിൽ ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു: ഖാദിയാനികളെ അമുസ്ലിങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പാക് അസംബ്ലി തീരുമാനം സന്തോഷ കുതൂഹലങ്ങളോട് കൂടി സ്വാഗതം ചെയ്യപ്പെടുന്നു. പാകിസ്ഥാൻ റേഡിയോ പറയുന്നതനുസരിച്ച് പാക് നാഷണൽ അസംബ്ലിയുടെ പ്രഖ്യാപനം സന്തോഷ കുതൂഹലങ്ങളോടെ രാജ്യത്തുടനീളം സ്വാഗതം ചെയ്യപ്പെടുകയാണ്. 90 കൊല്ലത്തിന് ശേഷം ഈ വിഭാഗത്തെ ആദ്യമായാണ് സർക്കാർ നിലവാരത്തിൽ അമുസ്ലിങ്ങളായി പ്രഖ്യാപിക്കുന്നത്. 90 കൊല്ലത്തിന് ശേഷം ആദ്യമായല്ല, ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് മുസ്ലിമാണെന്ന് സർവാത്മന അവകാശപ്പെടുന്ന ഒരു കക്ഷി ഭരണാധികാരികളാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തായവരും മതഭ്രഷ്ടരുമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഒറ്റയടിക്ക് മുർത്തദ്ദുകളായിത്തീർന്നു. സന്തോഷത്തെയും സംതൃപ്തിയെയും കുറിച്ചുള്ള ഈ വിവാദത്തെ തുടർന്ന് ഷിയ, ഇസ്നാശരി, ആഗാഖാനി, ഇസ്മായിലി, അഹ്ലുൽ ഖുർആൻ, മുഖല്ലിദ്, ഗൈർ മുഖല്ലിദ് തുടങ്ങി നാഷണൽ അസംബ്ലിയിൽ ന്യൂനപക്ഷക്കാരായിട്ടുള്ള വിഭാഗങ്ങൾക്ക് തങ്ങളുടെ ഭാവി എന്തായിരിക്കുമെന്ന് കുറച്ച് നാളുകൾക്കകം അറിയുമാറാകും. ഇതാണ് സിദ്ഖ് ജദീദിൽ വന്നത്, സത്യദൂതൻ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് ശേഷം അരനൂറ്റാണ്ട് കഴിഞ്ഞു. ഇന്നും പാകിസ്ഥാനിലെ ഏറ്റവും നീറുന്ന പ്രശ്നം എന്ന് പറയുന്നത് അഹമ്മദിയ പ്രശ്നം തന്നെയാണ്. അതിന്നും കൂട്ട അവകാശപ്പെട്ടതുപോലെ 90 വർഷത്തെ പ്രശ്നം 90 ദിവസം കൊണ്ട് താൻ പരിഹരിച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ അരനൂറ്റാണ്ടിന് ശേഷം ഇപ്പോഴും പാകിസ്ഥാനിലെ ആഭ്യന്തര രാഷ്ട്രീയം അഹമ്മദിയ വിരോധത്തെ ചുറ്റിപ്പറ്റിയാണ് നിലകൊള്ളുന്നത്. വൈദേശിക രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യ വിരോധത്തിൽ. അപ്പോൾ സത്യദൂതൻ കൈകാര്യം ചെയ്തിട്ടുള്ള വിഷയങ്ങൾ ആ കാലഘട്ടത്തിൽ ഈ അമുസ്ലിം ന്യൂനപക്ഷമായി പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ചും അതുപോലെയുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വിഷയങ്ങളെക്കുറിച്ചുമുള്ള ലേഖനങ്ങളും കുറിപ്പുകളും ഒക്കെ ധാരാളമായി സത്യദൂതനിൽ വന്നിട്ടുണ്ട്. പിന്നീട് അവയിൽ പലതും വായിക്കാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. ഇവിടെ സത്യദൂതൻ്റെ എഡിറ്റർ എം സലീം സാഹിബ് പറയുകയുണ്ടായി, സത്യദൂതൻ കൈകാര്യം ചെയ്ത വിഷയങ്ങൾ അത് യഥാർത്ഥത്തിൽ മലയാളത്തിൽ ഒരു മാസികയും കൈകാര്യം ചെയ്തിട്ടില്ലാത്ത അത്രയും വിപുലമായിട്ടുള്ള വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾ മാത്രം ക്രോഡീകരിച്ചാൽ തന്നെ ഒരു വലിയ പുസ്തകം തയ്യാറാക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും സത്യദൂതൻ്റെ ഈ ശതവാർഷിക ആഘോഷത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഇതിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ സഹോദരിമാർക്കും ഞാൻ ആശംസകൾ അറിയിക്കുന്നു. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ശരിക്കും നമ്മുടെ ജില്ലാ അമീർ സാഹിബായിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്ന് അസൗകര്യം നേരിട്ടതിനാലാണ് ഞാൻ ഈ സ്ഥാനത്തിരിക്കേണ്ടി വന്നത്. എന്തായാലും അദ്ദേഹം വേദിയിലെത്തിയിട്ടുണ്ട്. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അദ്ദേഹം അറിയിക്കുന്നു. അടുത്തതായി മൗലവി കെ താഹിർ സാഹിബ് ഒരാശംസാ ഭാഷണം നടത്തും. ശേഷം മാതർ അബ്ദുൽ ഷുക്കൂർ സാഹിബിന്റെ പ്രഭാഷണം ഉണ്ടായിരിക്കും. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ബഹുമാന്യ യോഗാധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സത്യദൂതനെ കുറിച്ച് മൊഴിയുന്ന ഒരു സദസ്സിലാണ് നാം ഇന്ന് ഇരിക്കുന്നത്. സമയദൈർഘ്യം മൂലം അധികമൊന്നും പറയാതെ ഏതാനും ചില വാക്കുകളിലൂടെ ഞാൻ എൻ്റെ ആശംസ അറിയിക്കുകയാണ്. കേരളീയ സാമൂഹിക മണ്ഡലത്തിൽ സത്യദൂതൻ മാസിക വഹിച്ച പങ്ക് അദ്വിതീയമാണ്. കഴിഞ്ഞ 100 വർഷങ്ങളായി ഇത് കേവലം ഒരു പ്രസിദ്ധീകരണം എന്നതിലുപരി സത്യത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഒരു ദീപശിഖയായി വർത്തിച്ചു. വായനക്കാർക്ക് ചിന്തിക്കാനും സംവദിക്കാനും അത് തുറന്നുകൊടുത്ത വഴികൾ ചെറുതല്ല. മതപരവും സാമൂഹികവുമായ വിഷയങ്ങൾ ധീരമായി അവതരിപ്പിച്ചു.
സത്യസന്ധമായ നിലപാടുകൾക്ക് വേണ്ടി നിലകൊണ്ടു പല തലമുറകളെ സ്വാധീനിച്ച ഒരു പ്രസിദ്ധീകരണമാണിത്. ഈ മാസികക്ക് നാന്ദി കുറിച്ച പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. കാലഘട്ടത്തിന്റെ വെല്ലുവിളിക്ക് മുന്നിൽ പതറാതെ വ്യക്തവും ആഴത്തിലുമുള്ളതുമായ ലേഖനങ്ങളിലൂടെ വായനക്കാരുടെ അറിവിന്റെ ചക്രവാളത്തെ വികസിപ്പിച്ചു. ഈ അവസരത്തിൽ സത്യദൂതൻ മാസികക്ക് അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങളിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇനിയും നിരവധി തലമുറകൾക്ക് അറിവും പ്രകാശവും പകർന്നു നൽകാൻ സത്യദൂതന് സാധിക്കട്ടെ. അല്ലാഹു സ്വല്ലല്ലാഹു أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സിറ്റി ജമാഅത്ത് അമീർ ടി ശരഫുദ്ദീൻ സാഹിബ്, ജില്ലാ അമീർ പി നാസിറുദ്ദീൻ സാഹിബ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി എന്നെ ഇവിടെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകൻ ടി ശരഫുദ്ദീൻ സാഹിബിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒരു നൂറ്റാണ്ട് കാലം കേരളത്തിൻ്റെ മത സാംസ്കാരിക മേഖലകളിൽ അറിവിന്റെ വെളിച്ചം പകർന്ന സത്യദൂതൻ എന്ന അഹമ്മദിയ മുഖപത്രത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന് സാക്ഷ്യം വഹിക്കാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ സുദിനത്തിൽ ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കേരള അഹമ്മദിയ ജമാഅത്തും സത്യദൂതനും എന്ന വിഷയമാണ്. ഈ രണ്ട് വിഷയങ്ങൾക്കും ചരിത്രപരമായ ബന്ധം കണ്ണൂർ എന്ന ഈ പ്രദേശവുമായിട്ട് തന്നെയാണുള്ളത്. കേരളത്തിൽ ആദ്യമായി അഹമ്മദിയ ജമാഅത്തിന്റെ സന്ദേശം എത്തിയതും കേരളത്തിൽ അഹമ്മദിയ ജമാഅത്തിന്റെ ആദ്യത്തെ ജമാഅത്ത് കമ്മിറ്റി രൂപം കൊണ്ടതും സത്യദൂതൻ മാസിക പിറവിയെടുത്തതും കണ്ണൂരിലായിരുന്നു. കേരളത്തിലെ ഒന്നാമത്തെ അഹമ്മദി എടപ്പകത്ത് അബ്ദുൽ ഖാദർ പുരി സാഹിബാണ് കണ്ണൂരിൽ അഹമ്മദിയ ജമാഅത്തിന്റെ വിത്ത് പാകിയത്. കേരള അഹമ്മദിയ ചരിത്രത്തിലെ ഒന്നാമത്തെ ജമാഅത്ത് 1915 നവംബർ 21 കണ്ണൂരിൽ സ്ഥാപിതമായി. 1925 സത്യദൂതൻ മാസിക കണ്ണൂരിൽ ആരംഭിച്ചു. അതിന്റെ സ്ഥാപകൻ എടപ്പകത്ത് അബ്ദുൽ ഖാദർ കുട്ടി സാഹിബായിരുന്നു. അഹമ്മദികൾക്ക് കേരളത്തിൽ സ്വന്തമായ പ്രിന്റിംഗ് പ്രസ്സും മാസികയും ഉണ്ടായിരിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ജീവിതാഭിലാഷം. അതിനായി 1915 മുതലേ അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും 1925 ജനുവരി മാസം സത്യദൂതൻ മാസിക ആരംഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സീമന്തപുത്രൻ എൻ ഹാമിദ് സാഹിബ് അതിന്റെ പബ്ലിഷറും തിരുവിതാംകൂറിൽ നിന്നെത്തി ഇവിടെ വിവാഹം ചെയ്ത് താമസമാക്കിയിരുന്ന എച്ച് ഹുസൈൻ സാഹിബ് അതിന്റെ ആദ്യത്തെ പത്രാധിപരുമായിരുന്നു. എച്ച് ഹുസൈൻ സാഹിബ് തിരുവിതാംകൂറിലെ ആറ്റിങ്ങൽ എന്ന സ്ഥലത്തടുത്തുള്ള ഒരു വ്യക്തിയായിരുന്നു.
അത് അഹമ്മദ് സ്വീകരിച്ചതിന് ശേഷം കണ്ണൂരിൽ വരികയും കണ്ണൂരിൽ അന്ന് ഒരു അഹമ്മദി പണ്ഡിത ഉണ്ടായിരുന്നു. അഹമ്മദിനെ പറ്റി നന്നായി പഠിച്ച നമ്മുടെ മുൻഗാമിയായ ഒരു അഹമ്മദി AD ഹമീദ് സാഹിബ്, അദ്ദേഹത്തിൻ്റെ സഹോദരി AD റുക്കിയ ബിബി സാഹിബ്, അവരുടെ പിതാവ് ഓളക്കൻ്റെ കുഞ്ഞമ്മദ് സാഹിബ് അഹമ്മദ് തന്നെയാണ്. ആ സ്ത്രീയെ കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെക്കാൾ പ്രായം അധികം ഉണ്ടായിരുന്നു ആ സ്ത്രീ. എന്നിട്ട് പോലും അദ്ദേഹം അഹമ്മദീയത്തിന്റെ പാണ്ഡിത്യം കേട്ടറിഞ്ഞപ്പോൾ അവരെ വിവാഹം ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ താമസമാക്കിയത്. ആ സ്ത്രീക്ക് മക്കളുണ്ടായിരുന്നില്ല. അതിനുശേഷം കുറെ കാലത്തിന് ശേഷം എടപ്പുറത്ത് അബ്ദുൽ ഖാദിർ സാഹിബ് വഫാത്തായതിനു ശേഷം എടപ്പുറത്ത് അബ്ദുൽ ഖാദിർ സാഹിബിന്റെ ഇളയ മകൾ നടുവിലത്തെ ദുബൈദവി സാഹിബിനെ അദ്ദേഹം വിവാഹം ചെയ്തിട്ട് അദ്ദേഹത്തിന് മക്കളുണ്ടാവുകയും അദ്ദേഹം കാദ്യാനിലേക്ക് ഇവിടുന്ന് ഹിഫാദത്ത് മർക്കസിന് വേണ്ടി പോവുകയും അവിടെ വെച്ച് വഫാത്താവുകയുമാണ് ചെയ്തത്. H. ഹുസൈൻ സാഹിബ് അദ്ദേഹത്തെ പറ്റി സന്ദർഭം പറഞ്ഞതാണ്. അങ്ങനെ 1925 സത്യോദൻ ആരംഭിച്ചു. അതൊരു വർഷം വരെ അവരുടെ മേൽനോട്ടത്തിൽ മുന്നോട്ട് പോയി. എന്നാൽ 1926 ജനുവരി മാസം മുതൽ ഹദ്രത്ത് മൗലാന ബി അബ്ദുള്ള സാഹിബ് വെച്ചിയുടെ നേതൃത്വത്തിലുള്ള മലബാർ അഹമ്മദിയ സംഘം സത്യോദൻ മാസിക ഏറ്റെടുക്കുകയും തുടർന്ന് കേരളത്തിലെ അഹമ്മദിയ ജമാഅത്തിന്റെ ജിഹ്റായി സത്യോദൻ മാസിക പ്രവർത്തനം നിരതമാവുകയും ചെയ്തു. മലബാർ അഹമ്മദിയ സംഘത്തിന്റെ പ്രസിഡന്റ് ഹദ്രത്ത് മൗലാന ബി അബ്ദുള്ള സാഹിബ് വെച്ചയും അതിന്റെ ജനറൽ സെക്രട്ടറി കോഴിക്കോട് മാർക്കറ്റ് ഹൗസിലെ M. അഹമ്മദ് കുട്ടി സാഹിബും ആയിരുന്നു. ആ കാലത്ത് അഥവാ 1926 കേരളത്തിൽ കണ്ണൂർ, പഴയങ്ങാടി, കൂടാളി, കോഴിക്കോട് എന്നീ പ്രദേശങ്ങളിൽ മാത്രമേ ജമാഅത്തുകൾ ഉണ്ടായിരുന്നു. സത്യോദിനെ സംബന്ധിച്ചിടത്തോളം 1926 മുതൽ 40 വർഷത്തിലേറെ കാലം ഓരോ പ്രസിദ്ധി ഘട്ടത്തിലും അതിന്റെ താങ്ങും തണലുമായി വർദ്ധിച്ചതും അതിനെ നിലനിർത്തിയതും അതിന് പ്രാഗൽഭ്യത നേടിക്കൊടുത്തതുമെല്ലാം ഹദ്രത്ത് മൗലാന ബി അബ്ദുള്ള സാഹിബ് വെച്ചയായിരുന്നു. മതസാഹിത്യ രംഗത്ത് ഒരു അത്ഭുത പ്രതിഭയായിരുന്നു അദ്ദേഹം. ഇസ്ലാമയത്തിന്റെ വക്താവായിരുന്നതിനോടൊപ്പം അന്യമതങ്ങളിലും വിവിധ കലാശാസ്ത്രങ്ങളിലും അദ്ദേഹം അവഗാഹം നേടി. ജ്ഞാനവിജ്ഞാന കലകളിൽ സമസ്ത മേഖലകളെയും പ്രചോദനം ചെയ്യാൻ കോടിലക്ഷം സൃഷ്ടിച്ച തൂലികയിലൂടെ ആയിരങ്ങളെ ആകർഷിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന്റെ പ്രോജ്വല്യമാനമായ സാഹിത്യ സംഭാവനകളാണ് കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം മിഷനറി മാസികയെ സത്യോദിനെ ശ്രദ്ധേയമാക്കി മാറ്റിയത്. സത്യോദിന്റെ പുരോഗതിക്കും പ്രസിദ്ധിക്കും കാരണം അദ്ദേഹം തന്നെയായിരുന്നു. ആ മഹാനുഭാവന്റെ ജീവിതകാലത്ത് സത്യോദിന്റെ പത്രാളി പ്രസ്ഥാനത്ത് മിന്നിത്തിളങ്ങിയവരായിരുന്നു H. ഹുസൈൻ സാഹിബ്, V. അബ്ദുൽ ഖയ്യൂം സാഹിബ്, N. ഹാമിദ് സാഹിബ്, N. അബ്ദുൽ റഹീം സാഹിബ് തുടങ്ങിയവർ. അവർ ഓരോരുത്തരും തൂലികാ സമര ജേതാക്കളായിരുന്നു. എഴുത്തിന്റെ അക്ഷരധാരയിലൂടെ അനേകരാകർഷിച്ച സമുന്നത വ്യക്തികൾ ഇംഗ്ലീഷ്, മലയാളം എന്നീ ഭാഷകളിൽ അപാരമായ പാണ്ഡിത്യമാണ് ഉണ്ടായിരുന്നത്. അവരിൽ ചില ഉറുദുവിലും സംസ്കൃതത്തിലും തമിഴിലും പ്രാവീണ്യം കൈവരിച്ചിരുന്നു. ചുരുക്കത്തിൽ സത്യോദൻ മാസികയുടെ പത്രാഭിസ്ഥാനം അലങ്കരിച്ച മൗലാന ബി അബ്ദുള്ള സാഹിബ് ഉൾപ്പെടെയുള്ള 5 തൂലികാ നായകന്മാർ സത്യോദൻ മാസികയ്ക്ക് വേണ്ടി സമർപ്പിച്ച ആശയസമ്പുഷ്ടവും ജനോപകാരപ്രദമായ സാഹിത്യ സംഭാവനകൾ ഒരു കാലവും വിസ്മരിക്കാനാവാത്താണ്. ആ 5 പ്രതിഭാശാലികൾ തന്നെ ആയിരുന്നു സത്യോദൻ മാസികയുടെ ജീവനും തുടിപ്പും സൽക്കീർത്തിയും. കണ്ണൂർ സിറ്റി എന്നറിയപ്പെടുന്ന പ്രദേശം ഒരു കാലത്ത് ലോകപ്രസിദ്ധമായ വ്യാപാര കേന്ദ്രവും തുറമുഖ പട്ടണവുമായിരുന്നു. കേരളത്തിലെ മുസ്ലിം പ്രതാപത്തിന്റെ സാക്ഷ്യമുദ്രയാണ് ഇവിടുത്തെ അറക്കൽ രാജകുടുംബം. മമാലി പ്രഭു എന്ന കണ്ണൂർ രാജാവ്, അതിനു ശേഷം ഭരണം കൈയാളിയ പോക്കറാലി ആദി രാജീവ് അറക്കൽ രാജശൃംഖലയിൽ രക്തനക്ഷത്രങ്ങളായിരുന്നു. ത്യാഗിവര്യനും മഹത് വ്യക്തിയുമായിരുന്ന പോക്കറാലി ആദി രാജ അവരുടെ ഇളയ സഹോദരിയായിരുന്നു നടുവിലത്ത് പോക്കർ ആയിഷബി എന്ന വനിതാ നായിക. ഈ ധീരവന്റെ ജീവിച്ച ഭവനത്തിലും അവരുടെ തന്നെ സന്താന പരമ്പരയിലും അഹമ്മദിയ പ്രസ്ഥാനം വേരൂന്നിയത് പ്രൗഢോജ്ജലമായ അധ്യായമാണ്.
മുസ്ലിം വീരഗാഥയുടെ ചരിത്രം വീണുന്ന കണ്ണൂരിന്റെ മണ്ണിലാണ് 120 വർഷം മുമ്പേ അഹമ്മദിയത്തിന്റെ ശബ്ദം മാറ്റിക്കൊണ്ട് 1897 തന്നെ അഹമ്മദിയ ജമാഅത്തിന്റെ സന്ദേശം കണ്ണൂരിൽ എത്തിയിരുന്നു. 1900 മുതൽ അഹമ്മദിയ സിദ്ധാന്തം അതീവ രഹസ്യമായിട്ടാണെങ്കിലും കണ്ണൂരിൽ ചർച്ച ചെയ്യപ്പെട്ടു. അക്കാലം മുതലേ അഹമ്മദിയത്തിന് ഇവിടെ അനുഭാവികളുണ്ടായി. അഹമ്മദിയ പ്രസ്ഥാന സ്ഥാപകരുടെ ജീവിതകാലത്ത് കണ്ണൂരിൽ നിന്ന് മാത്രം 10 വ്യക്തികൾ അഹമ്മദിയ സിദ്ധാന്തം മനസ്സ അംഗീകരിച്ചിരുന്നുവെന്ന് ചരിത്രരേഖകൾ മനസ്സിലാക്കി തരുന്നു. കേരള അഹമ്മദിയ ചരിത്രത്തിന്റെ ഗതകാലത്തുള്ള കണ്ണൂരിനെ ഒട്ടേറെ വേദനിപ്പിക്കുന്ന കഥകൾ പറയുന്നുണ്ട്. ഭൂമുഖത്ത് പല കാലഘട്ടങ്ങളായി അവതരിച്ച ദൈവിക പ്രവാചകന്മാരോടൊപ്പം അന്വേഷിച്ചിട്ടുള്ള അവരുടെ അനുചരന്മാരുടെ ത്യാഗോജ്ജലമായ ചരിത്രങ്ങളുമായി ഏറെ സാദൃശ്യമുള്ളവയാണ് കണ്ണൂരിലെ ആദ്യകാല അഹമ്മദിയുടെ അനുഭവങ്ങൾ. ഇവിടെ നേരിട്ട അതിരൂക്ഷമായ എതിർപ്പുകൾ കേരളത്തിൽ മറ്റൊരു പ്രദേശത്തും അഹമ്മദികൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ആദർശബോധവും ത്യാഗത്തിന്റെ യഥാർത്ഥ മാതൃകയും പ്രഭാവിതമാക്കിയ ഒട്ടേറെ അഹമ്മദികൾ കണ്ണൂരിൽ ജീവിച്ചിരുന്നു. എതിർപ്പുകളെ അതിജീവിക്കാൻ ഭൗതിക നേട്ടങ്ങളൊക്കെയും പരിത്യജിക്കേണ്ടി വന്ന അവിസ്മരണീയമായ ത്യാഗസന്നദ്ധതയാണ് അവർ പ്രദർശിപ്പിച്ചിരുന്നത്. കേരള അഹമ്മദിയ ചരിത്രത്തിന്റെ ആരംഭകാല സംഭവ വികാസങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ എടപ്പകത്ത് അബ്ദുൽ ഖാദിർ കുട്ടി സാഹിബ് എന്ന അഗ്രഗാമിയായ അഹമ്മദീയ നേതാവിന്റെ നാമധേയമാണ് ഒരു സ്മാരകശില പോലെ ഓർമ്മയിൽ ആദ്യം എത്തുക. അദ്ദേഹത്തിന്റെ നാമം കേരള അഹമ്മദിയ ചരിത്രത്തിൽ എക്കാലവും നിലനിൽക്കും. അപൂർവമായി മാത്രം ലഭിക്കാനുള്ള സൗഭാഗ്യത്തിനാണ് അദ്ദേഹം അവകാശിയായത്. മലയാള നാട്ടിലെ അഹമ്മദിയ പ്രസ്ഥാനത്തിന് വിദ്യഭാഗവാൻ അദ്ദേഹത്തെ അള്ളാഹു തെരഞ്ഞെടുത്തത് എന്ന് പോയ കാല ചരിത്ര പശ്ചാത്തലം പരിശോധിച്ചാൽ വ്യക്തമാകും. മാലദ്വീപിലെ നിഷ്കാസനായി നാടുവിട്ട മുഹമ്മദ് ദീൻ എന്ന പ്രഭുകുമാരൻ കണ്ണൂർ അറക്കൽ രാജ കുടുംബത്തിൽ അഭ്യാർത്ഥിയായി താമസിക്കാനിടയായി. അറക്കൽ രാജസ്വരൂപത്തിലുണ്ടായ മന്ത്രിയുടെ മകനായ എടപ്പത്ത് അബ്ദുൽ ഖാദിർ സാഹിബും പ്രഭുകുമാരനായ മുഹമ്മദ് ദീൻ സാഹിബും പരിചയപ്പെട്ടു. തുടർന്ന് ആത്മസുഹൃത്തുക്കളായി മാറി അവർ പല പ്രദേശങ്ങളും സന്ദർശിച്ചു. ആയിരം മുഹമ്മദ് ദീനിക്ക് മാലദ്വീപിൽ പ്രവേശിക്കാൻ അനുമതി ലഭിക്കുകയും മാലദ്വീപിലേക്ക് കപ്പൽ കയറാനായി കൊൽക്കത്തയിലേക്ക് പോകാൻ അനുഭവിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ യാത്ര അയക്കാൻ അദ്ദേഹത്തോടൊപ്പം കൽക്കത്തയിലേക്ക് അബ്ദുൽ ഖാദിർ കുട്ടി സാഹിബ് പോയിരുന്നു. വിട പറയുന്ന ആ ദുഃഖസന്ധിയിൽ അബ്ദുൽ ഖാദിർ കുട്ടി സാഹിബിന് ഒരു സ്നേഹോപഹാരം നൽകാൻ മുഹമ്മദ് ദീൻ സാഹിബ് ആഗ്രഹിച്ചു. അബ്ദുൽ ഖാദിർ കുട്ടി സാഹിബിന്റെ ആത്മീയ ബോധം നേരിൽ അനുഭവിച്ചറിഞ്ഞ മുഹമ്മദ് ദീൻ കൽക്കത്തയിലെ ബുക്ക് സ്റ്റാളിൽ നിന്ന് ഒരു പുസ്തകം തിരഞ്ഞെടുത്തു. അഹമ്മദിയ പ്രസ്ഥാന സ്ഥാപകരുടെ ഇസ്ലാമിക ഉസൂൽ ഫലാസഫി എന്ന ഉറുദു ഗ്രന്ഥമായിരുന്നു. ഈ പുസ്തകം തന്നെ പ്രിയപ്പെട്ട സ്നേഹിതന് സമ്മാനിച്ചുകൊണ്ട് മുഹമ്മദ് ദീൻ കൽക്കത്തയിൽ നിന്ന് സ്വദേശമായ മാലദ്വീപിലേക്ക് കപ്പൽ കയറി. സത്യത്തിൽ മുഹമ്മദ് ദീൻ സാഹിബ് കണ്ണൂരിലെത്തിയത് ഒരു ആത്മീയ പ്രസ്ഥാനത്തിന്റെ ആരംഭം കുറിക്കാനുള്ള നിമിത്തമായിട്ട് വേണം കരുതാൻ. 1897 ഈ സംഭവം. അബ്ദുൽ ഖാദിർ കുട്ടി സാഹിബ് പുസ്തകം ഏറെ താല്പര്യത്തോടെ വായിച്ചു. ഓരോ അധ്യായങ്ങൾ പിന്നിടുന്നതോറും ഗ്രന്ഥകാരനുള്ള ആദരവ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അലവല്ലി. 1898 അബ്ദുൽ ഖാദിർ കുട്ടി സാഹിബ് വ്യാപാര ഏജന്റായി റംഗൂണിലേക്ക് പോയി. റംഗൂണിലെ മുഹമ്മദ് അലി ക്ലബിൽ വെച്ച് അഹമ്മദിയ പ്രസ്ഥാന സ്ഥാപകരുടെ തൗദീഹ് മറാം എന്ന പ്രസിദ്ധീകരണം അദ്ദേഹത്തിന് ലഭിച്ചു. അത് വായിച്ചതോടെ അദ്ദേഹം അഹമ്മദിയ വിശ്വാസിയായി മാറി. തുടർന്ന് അഹമ്മദിയ കേന്ദ്രമായ ഖാദിയാനിൽ പുസ്തകങ്ങളും പത്രങ്ങളും എത്തിക്കുകയും ഖത്തറവാടുകൾ 1899 മുതൽ ഖാദിയാൻ കേന്ദ്രമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. അഹമ്മദിയ വിശ്വാസിയായി മാറിയ അബ്ദുൽ ഖാദിർ കുട്ടി സാഹിബ് സ്വദേശമായ കണ്ണൂരിൽ അത് പ്രചരിപ്പിക്കാൻ പ്രതിജ്ഞയെടുത്തു. ആ കാലത്ത് കണ്ണൂരിലെ മുസ്ലിങ്ങൾ അറക്കൽ രാജ കുടുംബത്തിന്റെ ശക്തമായ നേതൃത്വത്തിൽ സുസംഘടിതരായിരുന്നു. അറക്കൽക്കാരുടെ ആജ്ഞയ്ക്കെതിരെ വിരൽ ചൂണ്ടുവാൻ പോലും ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. അതോടൊപ്പം അറക്കൽക്കാരേക്കാൾ ബ്രിട്ടീഷ് ഗവൺമെന്റിൽ സ്വാധീനമുള്ള ഖാൻ ബഹദൂർ ഓ മമിക്കുഞ്ഞി ഹാജി അവர்களுം പൊതുസമൂഹത്തിന്റെ മേധാവിത്വം അലങ്കരിച്ചിരുന്നു. അറക്കൽ മൂക്കുസ്ഥാനിയുടെയും ഖാൻ ബഹദൂർ ഓ മമിക്കുഞ്ഞി സാഹിബിന്റെയും കാന്തവലയത്തിൽ കറങ്ങുന്ന വയറ്റിലായിരുന്നു കണ്ണൂരിലെ മുസ്ലിങ്ങൾ. എതിരാളികളായി രംഗത്ത് വരാനിരിക്കുന്ന ഇത്രയും ഭയാനകമായ ശക്തി ദുർഗങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കണ്ണൂരിലെ അഹമ്മദിയത്തിന്റെ ശംഖനാദം മുഴക്കാൻ അബ്ദുൽ ഖാദിർ കുട്ടി സാഹിബ് ആർജവം കാണിച്ചു. കണ്ണൂർ നിവാസികൾ അദ്ദേഹം അപരിചിതനായിരുന്നില്ല.
അറക്കൽ രാജകൊട്ടാരത്തിലെ മന്ത്രിയായിരുന്ന നടുവിലത്ത് മുഹമ്മദ് കുട്ടിക്കാന്റെ മകനും പ്രസിദ്ധ വ്യാപാരി എടപ്പകത്ത് കുഞ്ഞിക്കമാൽ ഖാന്റെ സഹോദരി പുത്രനുമായിരുന്നു അദ്ദേഹം. അഡ്യതയുള്ള ഒരു പൈതൃകത്തിനുടനെ അദ്ദേഹം കണ്ണൂർ നഗരത്തിൽ എല്ലാവരും അറിയപ്പെട്ടിരുന്നു. ആദ്യം അതീവ രഹസ്യമായാണ് ചില സുഹൃത്തുക്കളുമായി അഹമ്മദീയത്തിന്റെ ആശയം പങ്കുവച്ചത്. ക്രമേണ ഒട്ടേറെ വ്യക്തികളെ ചർച്ച ചെയ്യാൻ തുടങ്ങി. അഹമ്മദീയത്ത് പൊതുജനങ്ങളിൽ ചർച്ചാ വിഷയമാകുന്നത് മുസ്ലിം പണ്ഡിതന്മാർ അറിഞ്ഞു. തുടർന്ന് അറക്കൽ രാജസ്വരൂപത്തിന്റെയും ഖാൻ ബഹ്റൂം അമിക്കുഞ്ഞ ഹാജിയുടെയും മേൽനോട്ടത്തിൽ അഹമ്മദീയത്തിന്റെ പ്രചാരണം തടയാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യപ്പെട്ടു. അതിന്റെ ഭാഗമായി കേരളത്തിലെ മത പണ്ഡിത നേതാവായിരുന്ന മൗലാന ചാലകത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജി മുസ്ലിയാരെ അറക്കൽക്കാർ അവരുടെ രാജകൊട്ടാരത്തിൽ ക്ഷണിച്ചിരുത്തി. അദ്ദേഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായി അറക്കൽ മുഖസ്ഥാനി അബ്ദുൽ ഖാദർ കുർസായോട് ആവശ്യപ്പെട്ടു. അറക്കൽ കൊട്ടാരത്തിൽ ഒത്തുകൂടിയ പൗരമുഖ്യന്മാരുടെയും പണ്ഡിതന്മാരുടെയും മുമ്പാകെ അഹമ്മദിയ വിശ്വാസം തുറന്നു പറയാൻ അബ്ദുൽ ഖാദർ കുർസായി ധൈര്യം കാണിച്ചു. അഹമ്മദിയത്തിന്റെ നാമാവശേഷമാക്കാൻ കച്ചകിട്ടിയവരുടെ ശത്രു സമൂഹത്തോട് പോരാടി കണ്ണൂരിലെ അഹമ്മദിയ പ്രസ്ഥാനത്തിന് സ്ഥിരപ്രശ്ന നേടിക്കൊടുക്കാൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ആദ്യകാല അഹമ്മദികൾ നിർവഹിച്ച ത്യാഗസന്നദ്ധത നിർണായകവും പ്രോജ്വലവുമായിരുന്നു. പ്രത്യേകിച്ച് അറക്കൽ രാജസ്വരൂപത്തിന്റെ ഉത്തരവിലൂടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഉപരോധത്തിന് വിധേയരാക്കിയ അദ്ദേഹം ഉൾപ്പെടെയുള്ള 13 അഹമ്മദി പ്രമുഖന്മാർ കണക്കില്ലാത്ത ദുരിതങ്ങളും യാതനകളുമാണ് അനുഭവിച്ചത്. മൗലാന ഷെയ്ഖ് മുഹീദ്ദീൻ കുട്ടി സാഹിബ് എന്ന ഖാദിരിയത്തിന്റെ മുറബ്ബി സ്ഥാനം അലങ്കരിച്ച ഒരു മതഗുരുവും ആ സംഘത്തിലുണ്ടായിരുന്നു. ആ മഹനീയ വ്യക്തിക്കാണ് കേരളത്തിലെ ഏറ്റവും ആദ്യം 1908 ഖാദിയാൻ സന്ദർശിക്കാണ്ട ഭാഗ്യം സിദ്ധിച്ചിരുന്നത്. അതിനുശേഷം പല പ്രാവശ്യം ഖാദിയാൻ സന്ദർശിക്കുകയും വാഗ്ദത്ത മസീഹ് നിശ്ചലത്തിൽ സബിലത്തിൽ മാസങ്ങളോളം താമസിക്കുകയും ചെയ്തുകൊണ്ടും അദ്ദേഹം ഉദാത്തമായ മാർഗം സൃഷ്ടിച്ചു. അദ്ദേഹം മുഖേനയാണ് പഴയങ്ങാടിയിലും ഉടാളിയിലും അഹമ്മദിയത്ത് സ്ഥാപിതമായത്. അദ്ദേഹത്തിന്റെ ശ്രീമന്തപുത്രനായിരുന്നു 1927 മുതൽ തെക്കേന്ത്യയിലും ശ്രീലങ്കയിലും അഹമ്മദിയത്തിന്റെ പ്രബോധന മേധാവിയായി സുത്യർഹമായ സേവനങ്ങൾ സമർപ്പിച്ച ഹസ്രത്ത് മൗലാന 4 വർഷം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവരുടെ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച അദ്ദേഹം വാഗ്ദത്ത മസീഹിന്റെ സുപ്രസിദ്ധരായ ഒട്ടേറെ സഹാബിമാരിൽ നിന്ന് ഉന്നത മതപഠനം സമ്പാദിച്ച താബി ശൃംഖലയിലെ അതീവ ആത്മീയ ചൈതന്യമായിരുന്നു. ഇടയ ജീവിതം ഉയർന്ന ചിന്തയും സ്വന്തം ജീവിതത്തിലൂടെ വിളംബരം ചെയ്ത മഹാപണ്ഡിതൻ കേരളത്തിലെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ജ്ഞാനവിജ്ഞാനങ്ങളുടെ വെളിച്ചം പകർന്നുകൊണ്ട് തന്റെ സാന്നിധ്യം പ്രകടമാക്കി. ദൈവമാർഗത്തിൽ സ്വയം സമർപ്പിച്ച ആ ത്യാഗിവിനെ ഇസ്ലാമിന്റെ കരുത്തനായ പടയാളിയാണെന്ന യാഥാർത്ഥ്യം എതിരാളികളെ പോലും അമ്പരപ്പിച്ചു. എന്ന ബിരുദനാമം ആദരവിന്റെയും അംഗീകാരത്തിന്റെയും രഹസ്യമന്ത്രമായി മാറി. കോഴിക്കോട് പട്ടണത്തിനും കരുനാഗപ്പള്ളി പ്രദേശത്തിനും ആത്മവെളിച്ചം നൽകിയ പൊൻവിളക്കായിരുന്നത് ഒരു മുജദ്ദിദിന്റെ പരിവേഷത്തോടെയാണ് അദ്ദേഹം പ്രവർത്തിച്ചതും പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചത്. മരിച്ചവരെ ജീവിപ്പിക്കുന്ന അത്ഭുത ദൃഷ്ടാന്തം അദ്ദേഹം ഇങ്ങനെ സംഭവിച്ചു. ഇസ്ലാമിക അധ്യാപനങ്ങൾ വിസ്മരിക്കുകയും താളം തിരിച്ച് ജീവിക്കുകയും ചെയ്തത് മൂലം ജീവനത്തിൽ പോയ ഒട്ടേറെ യുവാക്കളെ അദ്ദേഹം തന്നെ ജ്ഞാനോപദേശത്താലും ജീവിത മാതൃകയായി മാറ്റിയെടുത്ത് അഹമ്മദിയ ജമാഅത്തിന്റെ അഭിമാന സ്തംഭങ്ങളാക്കി. മണിക്കൂറുകളോളം കേട്ടാലും മതി വരാത്തതായിരുന്നു അദ്ദേഹത്തിന്റെ ജ്ഞാനചരിത്രങ്ങൾ. തന്റെ തേജോമയമായ വ്യക്തിത്വവും ജ്ഞാനോപദേശങ്ങളും മുഖേന ദൃഢവിശ്വാസത്തിന്റെ ദിവ്യാനുഭൂതികളാണ് അദ്ദേഹം സമ്മാനിച്ചത്. അദ്ദേഹത്തിന്റെ അനുഗ്രഹം ശിഷ്യത്വം ലഭിച്ചവരായിരുന്നു തങ്ങളെന്ന് ആത്മാഭിമാനത്തോടെ പറയാൻ പോയ കാല തലമുറയിൽ ഭൂരിഭാഗം അഹമ്മദികൾ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം മുഖേന കൈമുതലായ ആത്മീയ അനുരാഗത്തിന്റെയും വിശ്വാസവർദ്ധനവിന്റെയും മധുരമയുള്ള അനുഭവങ്ങളാണ് അവർക്ക് പങ്കുവെക്കാനുണ്ടായിരുന്നത്. ചുരുക്കത്തിൽ അത് കേരള അഹമ്മദിയ ചരിത്രത്തിലെ അനിശ്ചിത ദീപ്തിയുടെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു. കേരളത്തിലെ അഹമ്മദിയത്തിന്റെ സന്ദേശം 120 വർഷമായി. ഈ കാലയളവിൽ കേരളത്തിലെ മിക്കവാറും പട്ടണങ്ങളും ഗ്രാമങ്ങളിലും അഹമ്മദിയ സിദ്ധാന്തം ചർച്ച ചെയ്യപ്പെടുകയും ചർച്ചാ വിഷയമായി. അനേകം ആളുകൾ അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിക്കുകയും 50-ലേറെ സ്ഥലങ്ങളിൽ ജമാഅത്തുകൾ സ്ഥാപിതമാവുകയും ചെയ്തു. എങ്കിൽ പോലും വർത്തമാനകാലം സമ്മാനിക്കുന്ന വിജയ പുരോഗതിയേക്കാൾ ഭൂതകാലത്തിന്റെ ഗതികതകൾക്കും കണ്ണുനീരുകൾക്കും ഏറെ മഹത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ത്യാഗത്തിന്റെ മുൾമുനയിൽ ജീവിതം കുരുതി കൊടുത്ത ആദ്യകാല തലമുറ എല്ലാ അർത്ഥത്തിലും ആദരിച്ചുകൊണ്ടും അവർക്കായി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ഹ്രസ്വ ചരിത്രത്തിന് ഞാനിവിടെ വിരാമം വരുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അടുത്തത് നന്ദി പ്രകാശനമാണ്. പി ഷഫി അഹമ്മദ് സാഹിബ് നായിബ് അമീർ കൺസിറ്റ് ജമാഅത്ത്. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. സദസ്സിലും വേദിയിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹാർദ്ദരായ സദസ്യരെ, പ്രിയമുള്ള ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സത്യദൂതനെ പോലെ തന്നെ ലാളിത്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ശതാബ്ദി സമ്മേളനമാണ് ഇവിടെ സമാപനം കുറിക്കുവാൻ പോകുന്നത്. രജത ജൂബിലിയും സുവർണ ജൂബിലിയും ഒക്കെ ആഘോഷിക്കുന്ന മാസികകളും സാഹിത്യ സംരംഭങ്ങളും അവരുടെ ആ ആഘോഷങ്ങൾ ഏത് രീതിയിലാണ് നടത്താറുള്ളത് എന്ന് നമുക്ക് ഈ മലയാളക്കരയിൽ ജീവിക്കുന്ന നമുക്ക് ബോധ്യമുള്ളതാണ്. എന്നാൽ സത്യദൂതനെ പോലെ സത്യദൂതന്റെ ലാളിത്യം ചാലിച്ച അതേ നിലവാരത്തിൽ, പക്ഷേ അതിൻ്റെ ഉള്ളടക്കം ഗംഭീരമാണ്. തീർച്ചയായും ഇന്നിവിടെ നടന്ന മുഴുവൻ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും എത്രമേൽ വിജ്ഞാനപ്രദമായിരുന്നു എന്ന് അത് കേട്ട, അത് ശ്രമിച്ച നമുക്കേവർക്കും ബോധ്യമുണ്ട്. ഇനി ഈ ചടങ്ങിന് 2 പരിപാടികൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ നന്ദി പ്രകാശനവും അതിനുശേഷവും നിശബ്ദ പ്രാർത്ഥനയും. ഈ നന്ദി പ്രകാശനം എന്ന കർത്തവ്യം നിർവഹിക്കുവാനുള്ള എളിയ അവസരം എനിക്ക് കാണിച്ചിരിക്കുന്നത്. ഞാൻ അതിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ്. ഇവിടെ സ്വാഗത അധ്യക്ഷ ഈ സമ്മേളനം ആദ്യാവസാനം വരെ നിയന്ത്രിച്ച ടി ഷർഫുദ്ദീൻ സാഹിബ്, അദ്ദേഹം ജില്ലാ അമീർ സാഹിബിൻ്റെ അഭാവത്തിലാണ് ഇത് കൈകാര്യം ചെയ്തത്. ടി ഷർഫുദ്ദീൻ സാഹിബിനും അമീർ സാഹിബ് ജില്ലാ അമീർ നാസറുദ്ദീൻ സാഹിബിനും അതുപോലെ ഇവിടെ സ്വാഗത ഭാഷണം നിർവഹിച്ച KC റയീസ് സാഹിബിനും നമ്മുടെ പ്രിയങ്കരനായ കണ്ണൂരിൻ്റെ മേയർ മുസ്ലിം മഠത്തിൽ സാഹിബിനും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. കൂടാതെ നമ്മുടെ ഈ ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ പ്രൗഢഗംഭീരങ്ങളായ പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് അറിവിൻ്റെ പുതിയ തലങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ച നമ്മുടെ വളരെ ആദരണീയരായ നമ്മുടെ നേരത്തെ മഹമ്മൂദ് അവസാദ് പറഞ്ഞതുപോലെ നമ്മുടെ വിജ്ഞാനത്തിന്റെ തമ്പുരാൻ മുഹമ്മദ് സലീം സാഹിബ്, അദ്ദേഹം ഇസ്ലാമിക നവോത്ഥാനത്തിന് സത്യദൂതന്റെ പങ്ക് എന്ന വിഷയത്തെ കുറിച്ച് വളരെ വിശദമായി പ്രസംഗിക്കുകയുണ്ടായി. അദ്ദേഹത്തിനും അതുപോലെ മറ്റൊരു പ്രഭാഷകനായ CB സുൽത്താൻ നസീർ സാഹിബ്, സത്യദൂതന്റെ ചീഫ് എഡിറ്ററാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വിഷയം ഇസ്ലാമിൽ അഹമ്മദിയ ജമാഅത്തിന്റെ സാഹിത്യ സംഭാവന വളരെ ഗഹനതരമായി അദ്ദേഹം നമ്മളോട് ആ വിഷയത്തെ അധികരിച്ചിവിടെ പ്രഭാഷണം നിർവഹിക്കുകയുണ്ടായി. പിന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മദാർ ഷുക്കൂർ സാഹിബ് ചരിത്ര വിഷയങ്ങൾ, അഹമ്മദിയ ജമാഅത്തിന്റെ ആരംഭത്തെക്കുറിച്ചൊക്കെയുള്ള, കേരളത്തിലെ അതിൻ്റെ ആരംഭത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ നമ്മൾ മടുപ്പില്ലാതെ ഇന്നും കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസംഗമാണ്. അതും അദ്ദേഹം വളരെ നല്ല നിലയിൽ നിർവഹിക്കുകയുണ്ടായി. ഞാൻ ഇവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. കൂടാതെ നമ്മുടെ ഇവിടെ ആശംസകൾ അറിയിച്ചുകൊണ്ട് പ്രസംഗിച്ച അബ്ദുൽ അസീസ്, പിന്നെ പ്രധാനപ്പെട്ട ഒരാൾ പി ഗോപിയേട്ടൻ, അദ്ദേഹം വളരെ ലളിതമാണ് എങ്കിലും നമ്മുടെ ആദ്യകാല നമ്മുടെ ജമാഅത്തിന്റെ സത്യദൂതനുമായി ബന്ധപ്പെട്ട പലരുടെയും പല മഹാത്മാക്കളുടെയും അദ്ദേഹവുമായുള്ള അടുപ്പവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അദ്ദേഹം ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിനും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്.
പിന്നെ ആശംസ പ്രസംഗങ്ങൾ നിർവഹിച്ച മൗലവി സി മുബഷിർ സാഹിബ്, അദ്ദേഹം ജില്ലാ മിഷണറിയാണ്. അതുപോലെ ആശംസ നിർവഹിച്ച കെ അബ്ദുൽ ബസീർ സാഹിബ്, പ്രൊഫസർ വി മുഹമ്മദ് അഹമ്മദ് സാഹിബ്, മൗലവി കെ താഹിർ അഹമ്മദ് സാഹിബ്, മൗലവി കെ താഹിർ സാഹിബ്, അതുപോലെ ഇവിടെ നമ്മുടെ വിശിഷ്ട അതിഥികളായി പല ഭാഗത്തു നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. എറണാകുളം ജില്ലാ സാഹിബുണ്ട്, അതുപോലെ നമ്മുടെ നായിബ് ജില്ലാ നായിബിന്റെ പിന്നെ ടി മുസഫർ സാഹിബുണ്ട്. അതുപോലെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവർക്കും നമ്മുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. എന്ത് ഒരു സമ്മേളനവും വിജയിക്കണമെങ്കിൽ തീർച്ചയായും സദസ്സിന്റെ സജീവ സാന്നിധ്യവും അവരുടെ ക്ഷമയോടുകൂടിയുള്ള പിന്നെ സാന്നിധ്യം അനിവാര്യമാണ്. തീർച്ചയായും ഈ സമ്മേളനം വിജയപഥത്തിലേക്ക് എത്തുവാനുള്ള പ്രധാന കാരണം സദസ്സിന്റെ സജീവ സാന്നിധ്യമാണ്. സദസ്സിലുള്ള എല്ലാവർക്കും ഈ കണ്ണൂർ സിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ പിന്നെ പരിപാടി സിറ്റി മാത്രമാണ് നടത്തിയിട്ടുള്ളത്, കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മുടെ പല യുവാക്കളും അൻസാർ പ്രവർത്തകരും വളരെയേറെ പരിശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നമ്മുടെ പരിപാടി ദുആയോടുകൂടി അവസാനിക്കുകയാണ്. ദുആയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതിനായി ജില്ലാ അമീർ ജനാബ് പി പി നാസിർ ക്ഷണിക്കുകയാണ്. اللهم